കേരളത്തിൽ രാമപൊതുവാൾ അനുഭവിച്ചതൊന്നും ഇനി കേരളത്തിലൊരു സോപാന ഗായകനും അനുഭവിക്കരുത് എന്നതാണ് എൻ്റെ ആദ്യത്തെ പരിഗണന. അപ്പം നമ്മുടെ സർക്കാരുകൾക്കോ സാംസ്കാരിക സ്ഥാപനങ്ങൾക്കോ എങ്ങനെയാണ് കലാപ്രവർത്തനം നടത്തേണ്ടതെന്ന് അറിയില്ല. കലയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എങ്ങനെ, കലാപ്രവർത്തകരെ മാന്യതയുള്ള ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എങ്ങനെ ഇതൊന്നും അറിയാം. ഇപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് 10,000 കുട്ടികൾ പഠിച്ചിറങ്ങി. അവരൊക്കെ എവിടെ? ചില ഇസ്ലാം മത സംഘടനകളുടെ പരിപാടികൾക്ക് എന്നെ വിളിച്ചിട്ട് അവർക്ക് എൻ്റെ സമീപനങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് എന്നെ വിളിക്കും. അപ്പോൾ ചിലർ പറയും ഇടയ്ക്ക് കുട്ടിപ്പാടൽ വേണ്ട കേട്ടോ, കാരണം അത് നമുക്ക് ചില പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ മൗലവിമാർക്ക് അത് ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ ശബരിമലയിലെ സ്ത്രീകൾ കയറി പോകുന്നു, അവിടെ പോയിട്ടല്ല വിപ്ലവം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഇടയ്ക്ക് പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രം തന്നെ ഉണ്ടാക്കി. അവിടെ വിഗ്രഹം ഇടയ്ക്കാണ്. അപ്പോൾ പിന്നെ ആർക്കും വന്ന് പാടാം, കൊട്ടാം, നൃത്തം ചെയ്യാം. ഇപ്പോൾ രാവിലെ മോദീനെ തെറി വിളിക്കാനായിട്ട് മാത്രം കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. എന്തിനാണ് അത് ചെയ്യുന്നത്? അല്ല, അത് വിവരക്കേടുകൊണ്ടാണേ. അന്തല്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. വിവരമില്ലായ്മ ഒരു ക്രിമിനൽ കുറ്റമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നെ ജയിലിൽ പോയില്ലേ? കെ സുരേന്ദ്രന് പിണറായി ചെയ്തൊരു നല്ല കാര്യത്തെക്കുറിച്ച് പിണറായി സഖാവിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് പല അഭിപ്രായത്തിലും, പക്ഷേ ഇന്ന കാര്യം അദ്ദേഹം ചെയ്തത് ഗംഭീരമായി എന്നൊരു എന്താ നല്ലത് പറഞ്ഞാൽ അവർ സ്ത്രീകളോട് എടുക്കുന്ന സമീപനം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സ്ത്രീ വിരുദ്ധത വളരെയധികം ഉള്ളൊരു മതമാണത്. അതുകൊണ്ട് ഇസ്ലാം എന്നോട് കാണിച്ചിരിക്കുന്ന, എന്നോടൊന്നല്ല ഞങ്ങളുടെ പരമ്പരയായി തന്നെ ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും ഫുഡ് ആൻഡ് ട്രാവൽ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉള്ളത് പറഞ്ഞു വെച്ചാൽ പാലക്കാടിലുള്ള അഹല്യ ഹെറിറ്റേജ് വില്ലേജിലാണ് നമ്മളിന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഒരു സ്ഥാപനം കൂടിയാണ് ഈ അഹല്യ ഹെറിറ്റേജ് വില്ലേജ്. അപ്പോൾ അവിടുത്തെ ഡയറക്ടർ കൂടിയായ ശ്രീ നെരലത്ത് ഹരിഗോവിന്ദൻ സാറാണെന്ന് നമ്മളൊപ്പം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് നേരം ചിലവഴിക്കാം. അതുപോലെ ഇടയ്ക്ക എന്ന വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ വലുതാണ്. സോപാന സംഗീതജ്ഞനും കൂടിയായ ശ്രീ നെരലത്ത് ഹരിഗോവിന്ദൻ സാറിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നേരം ചിലവഴിക്കാം. അതിൻ്റെ വിശേഷങ്ങളും കാണാം. നമസ്കാരം. ഇടയ്ക്കയെ കുറിച്ച് അറിയാനാണ്, ഇടയ്ക്ക എന്ന വാദ്യോപകരണത്തിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഹരിയേട്ടൻ്റെ അച്ഛൻ എന്നൊരു പാരമ്പര്യത്തിൽ നിന്ന് ഒട്ടനവധി എന്താ പറയുക സംഗീതം ഒട്ടനവധി സ്ഥലങ്ങളിൽ ഈ ഒരു ഇടയ്ക്ക എന്നുള്ള വാദ്യോപകരണം കൊണ്ടുവന്നത്, ഫേമസ് ആക്കിയത് അദ്ദേഹം രാമപൊതുവാൾ എന്ന ഹരിയേട്ടൻ്റെ അച്ഛനും ഇപ്പോൾ അത് നിലനിർത്തി കൊണ്ടുവരുന്നത് ഹരിയേട്ടനുമാണ്. ഈ ഇടയ്ക്കയുടെ കൂടുതലുള്ള വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മൾ അഹല്യ ഹെറിറ്റേജ് വില്ലേജിലിരുന്ന ഇടയ്ക്കയെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വാദ്യങ്ങൾ പ്രദർശനത്തിന് വെച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ് ഈ അഹല്യ ഹെറിറ്റേജ് വില്ലേജ്. 400-ൽ പരം സംഗീതോപകരണങ്ങളുടെ ശേഖരമുണ്ട് ഇവിടെ. അപ്പോൾ ആ കൂട്ടത്തിൽ ഇടയ്ക്ക കേരളീയമായ വളരെ സവിശേഷതകളുള്ള, ലോകത്തിൽ തന്നെ ശ്രദ്ധേയമായ പ്രത്യേകതകളുള്ളൊരു വാദ്യമാണ് ഇടയ്ക്ക. ഡക്ക എന്ന് പറയുന്ന സംസ്കൃത പദമാണ് ഇടയ്ക്ക എന്നായിട്ട് ഉച്ചാരണം മാറിയിട്ടുള്ളത്. കാരണം ഒരു കാലത്ത് മലയാളിക്ക് ഡക്ക എന്ന പദം ഉച്ചരിക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പല വാക്കുകളും, സ്കൂൾ എന്നുള്ളത് ഉസ്കൂൾ എന്ന് പറയില്ലേ, അതേപോലെ ചില വാക്കുകൾ പെട്ടെന്ന് ഉച്ചരിക്കാൻ കഴിയാത്ത പുരാതന മനുഷ്യർ അവരുടെ ഉച്ചാരണത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചില സ്വരങ്ങൾ ചേർത്ത് പറയും. അടയ്ക്ക, എടയ്ക്ക, ഇടയ്ക്ക, അങ്ങനെ 3 തരത്തിലുള്ള ആളുകൾ ഇതിനെ വിളിക്കാറുണ്ട്. ഇടയ്ക്ക എന്ന് പറഞ്ഞാലും എടയ്ക്ക എന്ന് പറഞ്ഞാലും ഇത് ശരിയാണ്, കാരണം ഇതിന് ശരിക്കുള്ള പേര് ഡക്ക എന്നാണ്. അതെ. അപ്പോൾ അങ്ങനത്തെ പല വാക്കുകളും മലയാളിക്ക് അങ്ങനെ സ്കൂൾ എന്ന് മാത്രമല്ല, സ്പൂൺ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, അപ്പോൾ ഉസ്പൂൺ എന്ന് പറയും. നമ്മളൊക്കെ എപ്പോഴും പറയും. MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞ ആളാണെങ്കിലും അത് പറയും, കാരണം വെച്ചാൽ അത് ചില വോക്കൽ കോഡുകൾ എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. അത്തരത്തിലുള്ള ഈ ഡക്ക എന്ന വാദ്യം നമ്മൾ വാദ്യമായിട്ട് പ്രയോഗിക്കുമ്പോൾ കാണുന്നത് പോലെയല്ല കൊണ്ട് നടക്കുന്നത് ഇത്തരത്തിൽ അതിൻ്റെ ഓരോ പാർട്സും ഇങ്ങനെ വേറെ വേറെ ആക്കിയിട്ടാണ്. മനസ്സിലായില്ലേ? എല്ലാം വേറെ വേറെയാണ്. ഇത് വെവ്വേറെ ആക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ശബ്ദത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് ഇതിൻ്റെ ഈ കുറ്റി. ഈ കുറ്റി ഞാൻ ആദ്യം കുറ്റിയെ കാണിക്കാം. ഈ കുറ്റി വരിക്കപ്ലാവിൻ്റെ തടി കൊണ്ട്, കണിക്കൊന്നയുടെ തടി കൊണ്ട്, അതുപോലെ ചീമക്കൊന്നയുടെ തടി കൊണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മരങ്ങളെ കൊണ്ടാണ് സാധാരണ നിർമ്മിക്കുന്നത്. ചില ആളുകൾ രക്തചന്ദനത്തിൻ്റെ കുറ്റി ഉപയോഗിച്ചിരുന്നതായിട്ട് അച്ഛൻ്റെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ടൊരിക്കലും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കുറ്റി ഇത് ഭൂമിയുടെ സങ്കല്പത്തിലാണ്. അതായത് ഇടയ്ക്കയുടെ വളയത്തിൽ വരുമ്പോൾ ഇത് ഭൂമിയുടെ സങ്കല്പം നടുക്കാണ് വരും. 2 വട്ടത്തിനും നടുക്കാണ് ഇത് വരുന്നത്. ഇതിനകത്ത് 2 പനനാരുകളാണ്, ഈറൻ പനനാരുകളാണ് സാധാരണ കെട്ടിവെക്കുക. പണ്ട് കാലത്ത് ഇങ്ങനത്തെ ട്വൈൻസ് കിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആനയ്ക്ക് കൊടുക്കുന്ന പനയില്ല, ആന തിന്നുന്ന പനയില്ല, അതിൻ്റെ നാരുണ്ട്, ഈറൻ പന എന്ന് പറയും. അത് വെള്ളത്തിലിട്ട് ബലം വെപ്പിച്ച് കഴിഞ്ഞാൽ നല്ല കുതിരവാലിൻ്റെ പോലെ ബലം ഉണ്ടാവും. അത് ജീവാത്മാവ്, പരമാത്മാവ് തുടങ്ങിയിട്ടുള്ള 2 സങ്കല്പത്തിൽ 2 പനനാരുകൾ കെട്ടിവെക്കുകയാണ്. 2 പുറത്തും ചിലർ കെട്ടാറുണ്ട്, ചിലർ ഒരു പുറത്ത് മാത്രമേ കെട്ടാറുള്ളൂ. ഈ കുറ്റി ഇങ്ങനെ ചെവിയിൽ വെച്ചാൽ സാധാരണ നിലയ്ക്ക് നമുക്കിങ്ങനെ എന്നിങ്ങനെ കേൾക്കും.
അത് വലിയ അത്ഭുതമൊന്നുമല്ല. അത് സാധാരണ ഒരു PVC പൈപ്പ് ഇങ്ങനെ വെച്ചാലും കേൾക്കും. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടെ ഇതിൻ്റെ PVC പൈപ്പ് സ്ട്രെയിറ്റ് ആയിരിക്കും. ഇതിന് 2 ഹവർ ഗ്ലാസ് ഷേപ്പ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഇതിന് പറയുക. 2 അറ്റവും ഇങ്ങനെ വിടർന്നിരിക്കുന്നത് കൊണ്ട് ആ ശബ്ദത്തിന് കുറേയും കൂടി ഒരു എന്താ പറയുക ഭംഗി തോന്നും എന്ന് മാത്രം. ഈ കുറ്റി ഈ 2 വളയങ്ങളുടെ ഇടയിലേക്ക്, തോലൊട്ടിച്ച 2 വളയങ്ങളുടെ ഇടയിലേക്ക് നമ്മൾ കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഉപയോഗിക്കേണ്ട സമയത്ത് ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ കൊട്ടാൻ ഉപയോഗിക്കുന്ന വളയം ഏതാണോ ആ ഭാഗം മുകളിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിച്ച് ഇതിനകത്തേക്ക് കുറ്റി കയറ്റി വയ്ക്കും. മനസ്സിലായില്ലേ? അതിന് ഭാഗത്തിൽ ഈ ചരട് കോർത്ത വളയങ്ങൾ മാത്രം, ചരട് മാത്രം ഊരി വയ്ക്കാറില്ല. ഈ വളയത്തിൻ്റെ മുകളിൽ ചരട് കോർത്ത അതേപോലെ തന്നെയാണ് അഴിച്ചു വയ്ക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ ശരിക്കും അതിൻ്റെ ഷേപ്പിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചെരിവൊക്കെ തീരാൻ വേണ്ടി അതിങ്ങനെ ലൂസാക്കി അയച്ച് കൊണ്ടുവന്ന് കറക്റ്റ് സ്പോട്ടിലേക്ക് എത്തിക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ എല്ലാ ഭാഗം ഒരുപോലെ ലൂസായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും. എന്നിട്ട് വീണ്ടും അതിനെ ഷേപ്പാക്കി കൊണ്ടുവരും. ഇത് എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ വളരെ വേഗത്തിൽ ചെയ്യും. ഇതിങ്ങനെ വെക്കുന്നു, അത് കഴിഞ്ഞ് അതിനെ ടൈറ്റ് ആക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഇതിൻ്റെ തുടക്കം ഒരു ഭാഗമുണ്ട്. ഈ ഭാഗത്ത് വെച്ചുകൊണ്ട് ഇതിനിങ്ങനെ മുറുക്കി കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ലൂസാക്കി ഇതിനെല്ലാം ഒരേ ഷേപ്പായി. നേരത്തെ ചെരിഞ്ഞിരുന്നതിന് ഒരേ ഷേപ്പാക്കി കൊണ്ടുവന്നു. ഈ ചരട് ഇടയ്ക്ക വിദഗ്ധരായിട്ടുള്ള മണികണ്ഠൻ പെരിങ്ങോടനെ പോലുള്ള ആളുകൾ സാധാരണ ചരട് മേടിച്ച് വീണ്ടും അതിനെ ഉടച്ച് പിരിച്ചെടുത്തിട്ടുള്ള ചരടുകളാണ് ഇതെല്ലാം. ഇത് സാധാരണ കടയിൽ കിട്ടുന്ന ചരട് തന്നെ വാങ്ങിയിട്ട് പിരിച്ചെടുക്കും. അപ്പോൾ അവസാനം കണ്ടില്ലേ, എല്ലാം കഴിഞ്ഞ് ഈ അധികം വരുന്ന ഈ നീളം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പവിത്ര മോതിരത്തിൻ്റെ ആകൃതി, ഇത് ക്ലോസപ്പായിട്ട് നോക്കിയാൽ മനസ്സിലാവും. പവിത്ര മോതിരത്തിൻ്റെ ആകൃതിയിലാണ് ഇത് ചെയ്യുന്നത്. റീഫ് നോട്ട് എന്ന് സ്കൗട്ടിലൊക്കെ പറയുന്ന ആ കെട്ടാണിത്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ അഴിക്കാനും ടൈറ്റാക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ലേ, ഇതിങ്ങനെ മുറുക്കിയിട്ട് പയ്യന്നൂർ പവിത്ര മോതിരം നേടില്ല, അതിൻ്റെ ഷേപ്പിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിനെ ഇപ്പോൾ ടൈറ്റാക്കി. അപ്പോൾ അധികം ഉണ്ടായിരുന്നത് മുഴുവൻ അങ്ങോട്ട് വലിച്ച് ടൈറ്റാക്കി. കാണുന്നില്ലേ, ഇങ്ങനെ ആക്കി. അപ്പോൾ ഇത് ആവശ്യത്തിന് ടൈറ്റ് ആവാൻ വേണ്ടി ഒന്നും കൂടി നമ്മളിങ്ങനെ പിടിച്ച് ഒരേപോലെ ആവാൻ വേണ്ടി. ഇപ്പം അതിൽ കുറ്റി അതിൽ പെട്ടിരിക്കുകയാണ്. ഇനി അത് ഊരിപ്പോവില്ല, ഇല്ല. ചിലവർ അവനവൻ്റെ സ്വരവിന്യാസം, അവനവൻ്റെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ടൈറ്റ് കൂട്ടും കുറയ്ക്കും ചെയ്തിട്ട് കോർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതിങ്ങനെ കോർത്ത് കഴിയുമ്പോൾ ബാക്കി നീളത്തിൽ വരുന്ന ഈ ചരടുണ്ടല്ലോ, ഇതിപ്പോൾ പവിത്ര മോതിരത്തിനെ കെട്ടി ഈ ചരട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചുറ്റുകയാണ്. ഈ ചുറ്റുന്നത് ഇങ്ങനെ 3 ചുറ്റാണെങ്കിൽ ത്രിമൂർത്തികളെന്നും, ചരട് നീളം കൂടുതലുണ്ടെങ്കിൽ 5 ചുറ്റുണ്ടാവും ശിവപഞ്ചാക്ഷരി മന്ത്രമെന്നും, 7 ചുറ്റ കുറച്ചും കൂടി നീളം കൂടുതലുള്ള ചരട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് എന്താ പറയുക സപ്തസ്വരങ്ങളെന്നും പറയും. ഓരോ ചുറ്റിനും അനുസരിച്ച് എണ്ണത്തിനനുസരിച്ചൊരു എണ്ണം പറയുകയാണ്. ഇപ്പം ഇത് സാധാരണ ഒരു തുടിയുടെ ഉടുക്കിൻ്റെ ഒക്കെ രൂപത്തിലായി. ഇത് തോളിൽ തൂക്കാനുള്ളത് ഇപ്പം ഇതിലായിട്ടില്ല. ഇതിൽ 1, 2, 3, 4, 5, 6 തുളകൾ ഇട്ടുകൊണ്ടാണ് 2 വളയങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ 6 തുളകൾ ഷഡ്ശാസ്ത്രങ്ങളെ സങ്കല്പിച്ചാണ്. അതായത് കൽപ്പം, നിരുക്തം, ജ്യോതിഷം, മീമാംസ തുടങ്ങിയിട്ടുള്ള പുരാതനമായി ഒരു ഭാരതീയ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടുന്നത്, ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ കണക്ക്, സോഷ്യൽ സയൻസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ പണ്ട് കാലത്ത് ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, അതുപോലെ ഷഡ്ശാസ്ത്രങ്ങൾ, വേദങ്ങൾ, വേദാംഗങ്ങൾ, ഇതൊക്കെ പഠിക്കുമ്പോഴാണ് ഒരാൾ വിദ്യാർത്ഥിയാവുക, അതായത് ജ്ഞാനിയായി തീരുന്നതാണ് പറയുക. അന്നത്തെ സിലബസ് അതാണ്. അതിൽപ്പെട്ട ഷഡംഗങ്ങൾ അല്ലെങ്കിൽ ഷഡ്ശാസ്ത്രങ്ങളാണ് ഇത്. ഈ ഇത് 6 ഷഡ്ശാസ്ത്രങ്ങളെ സങ്കല്പിക്കുന്നു വെച്ചാൽ ഈ 2 പുറത്തുള്ള 6 12 തുളകൾ പറയിപ്പറ്റ പന്തിരുകുലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മനസ്സിലായി? ഈ അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഏറ്റവും കൂടുതലുള്ളത് പറയിപ്പറ്റ പന്തിരുകുലത്തായിട്ട് ബന്ധപ്പെട്ട മ്യൂറൽസ്, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ടെറാക്കോട്ട ശില്പങ്ങളൊക്കെയാണ്. ഈ പറയിപ്പറ്റ പന്തിരുകുലത്തെ നമ്മൾ വെറുതെ സങ്കല്പം പറയുകയാണ്. ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ അതൊരു ശബ്ദം വരും കേട്ടോ. ഇതൊക്കെ വെറുതെ ഒരു സങ്കല്പത്തിന് വേണ്ടി പറയുന്നതാണ്. ഈ ഒരു വട്ടം, കൊട്ടുന്ന വട്ടം സൂര്യനും പുറകിലുള്ള വട്ടം ചന്ദ്രനുമായിട്ടും പറയാറുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഈ കുറ്റി എന്താണ്, ഭൂമിയായിട്ട് പറയും. ഇതെല്ലാം ഓരോ അംഗത്തിനും ഇങ്ങനെ ഓരോരോ സങ്കല്പങ്ങൾ പറയുന്ന ലോകത്തിലെ തന്നെ ഏകവാദ്യമാണ് ഇടയ്ക്ക. ബാക്കി മദ്ദളുണ്ട്, ചെണ്ടയുണ്ട്, തിമലയുണ്ട്, ഇതിനൊന്നും ഓരോ ഭാഗത്തിനും ഓരോ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഏതോ ഭാവനാശാലിയായിരുന്ന ഒരാൾ ഒരു നാടൻ തുടിയെ പിന്നീട് ഇങ്ങനെ അലങ്കാരപ്പെടുത്തി വികസിപ്പിച്ചെടുത്ത് അതിന് ഓരോ ഭാവന കൽപ്പിച്ചതായിരിക്കാം. ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇതൊരു ശബ്ദം വരും. പക്ഷേ അതെ, ഒരു സൗന്ദര്യ ആരോപണം നടത്തുകയാണ്. അതിന് സൗന്ദര്യത്തെ ആരോപിക്കുകയാണ്. അതായത് സങ്കല്പങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള അറിവിനെ
ഒരു സമൂഹം ആർജിക്കട്ടെ എന്ന് കരുതിയിട്ട് ഇതിനോരോ സങ്കല്പങ്ങൾ പറഞ്ഞ ഇതിന്റെ പേരിലെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ ഈ വാക്കുകളൊക്കെ ആവർത്തിച്ചില്ലേ, ശാസ്ത്രം പറയപ്പെട്ട പന്ത്രകുലം, അതുപോലെ പവിത്രബോധനം, ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണല്ലോ ഒരു സമൂഹത്തെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതിലൊക്കെ ഉള്ളിലൂടെ പോകുന്ന ചരടുണ്ട്, ഒന്ന് പുറത്തുകൂടി ഒന്ന് ഉള്ളിലൂടെ. അപ്പൊ ഇത് തോൾക്കച്ച, അതായത് തോക്കച്ച എന്ന് പറയും. അതായത് ഇങ്ങനെ തോളിലിടുന്ന കച്ച എന്ന് പറഞ്ഞ വസ്ത്രം, പണ്ട് തുണി കൊണ്ടാവും ഇത് ഉണ്ടാക്കണത്. ഇത് അലങ്കാരത്തിന് വേണ്ടി ഓരോന്ന് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിനുള്ള ഒരു തുണീന്റെ പട്ട അത്രേ ഉള്ളൂ, തുണി തന്നെ ഉള്ളൂ. ഇതിപ്പോ ആധുനിക സാധനങ്ങളൊക്കെ കിട്ടണോണ്ട് ഇത്തിരി അലങ്കരിക്കണമെന്ന് മാത്രം. അപ്പൊ വസ്ത്രത്തിലും ഭക്ഷണത്തിലും ഒക്കെ ഇങ്ങനെയുള്ള അലങ്കാരം. അതെ അതെ അതെ. അപ്പോൾ ഈ തോക്കച്ച ഈ വളയത്തിന്റെ ഉള്ളിലൂടെ പോകുന്ന ചരടിൽ ആദ്യം ഈ ഭാഗത്ത് ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ പിടിപ്പിക്കും. അത് ഞാൻ കോർത്ത് കാണിച്ചു തരാം. അതായത് ഈ മുഴുവൻ വാദ്യത്തിനെയും നമ്മുടെ തോളിൽ ഒരേപോലെ ബാലൻസായി തൂങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കോർത്തെടുക്കും. അപ്പോൾ ഈ പറഞ്ഞു കറക്റ്റായിട്ട് വരും. കാരണം 6 ആകുള്ളൂ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ 2 പുറത്തുനിന്ന് 3 എണ്ണത്തിൽ കെട്ടി. ഇനി അത് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ ഊരിയെടുക്കാവുന്ന കെട്ടും. അപ്പോൾ ഒരൊറ്റ വലിച്ചാൽ ആവശ്യം കഴിഞ്ഞാൽ അങ്ങോട്ട് ഊരിപ്പോരുമല്ലോ. ഇതല്ലേ, ഇതിപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വലിക്കേ വേണ്ടു, പരിപാടി കഴിഞ്ഞാൽ അങ്ങോട്ട് ഊരിയെടുക്കാം. കാരണം ഇത് എപ്പോഴും ഊരിയെടുക്കേണ്ടതാണ്. ചില സ്ഥിരം അടിയന്തരമുള്ള ക്ഷേത്രങ്ങളിൽ മാത്രം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് അഴിച്ച് കോർക്കാറുള്ളൂ, അവിടെ തൂക്കിയിടാറുണ്ട്. പക്ഷെ യാത്രക്കാരായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇത് കൊണ്ടു നടക്കാൻ ഇങ്ങനെ തന്നെ പറ്റുള്ളൂ. ഇനി നമ്മൾ ഈ പുറം തിരിച്ചു വെച്ചു, ആ സൈഡത്തെ തോക്കച്ചയുടെ മറ്റേ സൈഡ് എടുത്തു. ഈ തോൾക്കച്ച മിക്കവാറും ആളുകൾക്ക് എത്ര ഹൈറ്റിലാണോ അവരവന്റെ ശരീരത്തിന്റെ നീളത്തിനനുസരിച്ച് അവർ നേരത്തെ ഫിക്സ് ചെയ്തിട്ടാണ് ഈ തോക്കച്ചയുടെ നീളമൊക്കെ അടിച്ച് തുന്നുക. അപ്പോൾ ഇത് കോർത്ത് കഴിയുമ്പോൾ തോളിടാൻ പാകമായിരിക്കും. അപ്പോൾ ഇപ്പുറത്തും ഉള്ളിലുള്ളത് പിടിപ്പിച്ചു. അപ്പോൾ അങ്ങേ പുറത്ത് നേർന്ന ചരട് ഇങ്ങേ പുറത്തെത്തുമ്പോൾ ഉള്ളിലായി കണ്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഉള്ളിൽപ്പെട്ടു, ഇവിടുത്തെ ഉള്ളിൽപ്പെട്ടു. കാണുമ്പോൾ രണ്ടും ഉള്ളിലൂടെ വരുന്ന ചരടിനാണ് പിടിപ്പിച്ചുള്ളത്. ഇതൊന്നും ചില ആളുകൾ പുറത്തുള്ളതിന് പിടിപ്പിക്കാറുണ്ട്. അതൊന്നും അങ്ങനെ പൂർണ്ണമായും ഉള്ളിലുള്ളതിന് മാത്രമേ പിടിപ്പിക്കാവൂ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ശരീരത്തിൽ തൂങ്ങി നിൽക്കുമ്പോൾ വാദ്യത്തിന് ടോട്ടലി ഒരു ബാലൻസ് ഉണ്ടാവാനും അത് കൊട്ടുന്ന ആൾക്ക് കൺട്രോൾ കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇപ്പം നോക്കൂ, തോളിൽ തൂക്കാനുള്ളതായി. അതായത് ഒരു സാധാരണ ചില ആളുകൾ ഇതിൻ്റെ തലപ്പത്ത് നല്ല പൂവുകളൊക്കെ തൂക്കിയിടാറുണ്ട്. ഞാൻ പിന്നെ പൊതുവേ ഒരു ആർഭാടം കുറഞ്ഞ ആളായതുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് തമ്മിൽ സൗന്ദര്യം കുറവാണ്, എന്നെപ്പോലെ തന്നെ. ഇത് ജീവക്കോലുകൾ എന്ന് പറയും. ഈ ജീവക്കോലുകൾ 4 എണ്ണം ഉണ്ടാവും. ഇതൊക്കെ സാധാരണ തേക്കിൻ്റെ തടിയെന്നോ പ്ലാവിൻ്റെ തടിയെന്നോ ഏത് തടിയെന്നോ, ഇതിനൊന്നും മരത്തിന് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അതായത് ശബ്ദവുമായിട്ടൊന്നും വലിയ ബന്ധമില്ല. ഇത് അലങ്കാരത്തിന് വേണ്ടി തൂക്കുന്നതാണ്. ഇതിൻ്റെ പേര് തന്നെ ഇത് ജീവക്കോല്. ഇങ്ങനത്തെ 4 ജീവക്കോലുകൾ 4 വേദങ്ങളെ സങ്കല്പിച്ചാണ്. അത് കഴിഞ്ഞാൽ ഓരോ ജീവക്കോലിലും 16 പൊടുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കളറുണ്ടകൾ കെട്ടിത്തൂക്കും. ഇതിൻ്റെ പേര് പൊടുപ്പുകൾ എന്നാണ്. പൊടുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അലങ്കാരം. നമ്മൾ ഈ പൊടുപ്പും തൊങ്ങലും വെച്ച് പറയാമെന്ന് കേട്ടിട്ടില്ല. അത് ഇതാണ്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കുറേ കൂടി എക്സാഗറേറ്റ് ചെയ്ത് പറയുക, അല്ലെങ്കിൽ കൂട്ടി പറയണേനാണ് പറയുന്നത്. അപ്പോൾ ഇത് അലങ്കാരം ഭംഗി കൂട്ടാൻ വേണ്ടി വെക്കണതാണ്. ഇതിനെ ഇങ്ങനെ ചരടിൻ്റെ ഇടയിൽ 4 എണ്ണം തിരികെ വയ്ക്കും. മനസ്സിലായില്ലേ? അപ്പോൾ 4 ജീവക്കോലുകൾ, 4 വേദങ്ങൾ, 64 കളറുണ്ടകൾ, 16 × 4 64 കളറുണ്ടകളാണ് വരിക. അതെന്താ 64 എന്ന് കേട്ടാൽ സാമാന്യേന കലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുക. 64 ശാസ്ത്രങ്ങൾ, കലകൾ, 64 കലാരൂപങ്ങൾ, 64 കലാരൂപങ്ങൾ. ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കോർത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ എവിടെയെങ്കിലും തൂക്കിയിടും. ഈ ഇടയ്ക്ക് കോർത്ത് കഴിഞ്ഞാൽ നിലത്ത് വെച്ചാൽ ശാപം കിട്ടുമെന്നാണ് സങ്കല്പം. സത്യത്തിൽ ഇത് നിലത്ത് വെക്കാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ മറിഞ്ഞു ചാടി കേടുവരില്ലേ, ഇതിങ്ങനെ ഉരുണ്ടു പോവില്ലേ ആരെങ്കിലും വന്ന് തട്ടിയാലേ. അതുകൊണ്ടാണിത്, ഈ പൂവൊക്കെ കേടുവരില്ലേ. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞാലേ ആൾ. ഇപ്പം കാവിൽ ചവിട്ടിയാൽ, കാവ് തീണ്ടിയാൽ കുളം പറ്റും, അല്ലെങ്കിൽ മറ്റേ പാമ്പും കാവിൻ്റെ ഉള്ളിലേക്ക് പോകരുതെന്ന് പറയുന്നില്ലേ. ആ എക്കോസിസ്റ്റം ആളുകൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയണതാണ്. ആളുകളിൽ കയറി വള്ളിയും കാടൊക്കെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ അവിടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടക്കില്ലല്ലോ. അതേപോലെയാണ് ഇത്തരം ചില കാര്യങ്ങൾ, ചില വിശ്വാസങ്ങൾ കൂട്ടി ഘടിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എഴുന്നേറ്റ് തോളിലിട്ട് കൊട്ടുക, അത്രേ പണിയുള്ളൂ. അപ്പോൾ കൊട്ടുന്നതിന് മുമ്പ് ഇത് സാധാരണ എന്താ ചെയ്യുക വെച്ചാൽ, അമ്പലത്തിൽ ഒരു പരിപാടിക്ക് കൊട്ടിപ്പാടി സേവയ്ക്ക് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കുളിച്ച് വന്നിട്ട്, സാധാരണ അച്ഛനൊക്കെ കാണിക്കുന്നുണ്ട് കുളത്തിൽ മുങ്ങി കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ ഓർത്ത് വെച്ചിട്ട് അവിടെ തൂക്കിയിട്ടിട്ട് പോകും. മുങ്ങി കുളിച്ച് വരുമ്പോഴേക്കും ഇതിങ്ങനെ തൂങ്ങി നിന്നിട്ട് അതിൻ്റെ ഒരു ഈ ടെൻഷൻ ഉണ്ടല്ലോ, അത് പാകത്തിനായിട്ടുണ്ടാവും. അതൊക്കെ അവരുടെ ചില സ്ഥിരം ശീലങ്ങളാണ്. ചില ആളുകൾക്ക് അപ്പം തന്നെ കോർത്തിട്ട് കൊട്ടാൻ പറ്റും, കുളിച്ച് വന്നിട്ട് കോർത്തതിന് ശേഷം കൊട്ടുന്നവരുണ്ട്. അങ്ങനെ പല സമ്പ്രദായത്തിലുണ്ട്. ഇതിപ്പോൾ തൂങ്ങി നിൽക്കണ ഇടയ്ക്കേ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു.
ഇടയ്ക്കിടെ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു സുഖം വന്നില്ലല്ലോ എന്ന് തോന്നിയാൽ നമ്മൾ ഇത്തിരി വെള്ളം എടുത്തിട്ട് ഇതിൽ തളിച്ചു. അപ്പോൾ ഇത് മൃഗത്തിൻ്റെ ചർമ്മമാണ്. പശുവിൻ്റെ വയറിനകത്തുള്ള ഉള്ളൂരി, ചവ്വ്, ഒതളി എന്നൊക്കെയാണ് ഈ തോലിൻ്റെ പേര് വിളിക്കുക. അതായത് പശുവിൻ്റെ ആമാശയത്തിൻ്റെ പൊതി, നമ്മൾ എന്താ പറയുക, പൊതി എന്നാണ്, പൊതി ആയിട്ടാണ് അറവശാലയിൽ നിന്ന് ഇത് കിട്ടുക. അപ്പോൾ ആമാശയത്തിൻ്റെ ആ ഒരു കവറിനെ 7 ലെയറായിട്ട് ചീന്തിയെടുക്കാൻ കഴിവുള്ള ആളുകളുണ്ട്. അത് പ്രത്യേക സമുദായത്തിൽപ്പെട്ട ചക്ലിയ സമുദായത്തിൽപ്പെട്ട ആളുകൾ, അങ്ങനത്തെ ചില സമുദായക്കാരാണ് പണ്ട് ചെയ്തിരുന്നത്, തോലിൻ്റെ ജോലികൾ അറിയാവുന്നവർ. അപ്പോൾ ഇത്തരം 7 തരത്തിൽ ചീന്തി എടുത്തിട്ടില്ലെങ്കിലും 2 3 തരത്തിൽ ചീന്തി എടുത്ത് കിട്ടുന്ന ആ തോലാണിത്. അപ്പോൾ വിദഗ്ധരായിട്ടുള്ള ആളുകളത് ഏറ്റവും 7 ലെയർ ചീന്തിയെടുക്കാൻ കഴിവുള്ളവരുണ്ടെന്നാണ് പറയുന്നത്, പശുവിൻ്റെ വയറിനകത്തുള്ള ആമാശയത്തിൻ്റെ പൊതിയെ. ഇപ്പം ചെണ്ടയ്ക്കാണെങ്കിൽ പശുവിൻ്റെ അല്ലെങ്കിൽ കാളയുടെയൊക്കെ പുറത്തെ തോല് മറച്ചിട്ടിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് അകത്തെ തോലാണ്. ഇത് അത്രയും ഒരു ഉള്ളിത്തോല് പോലെ കനം കുറഞ്ഞ തോലാണ്. അതുകൊണ്ടാണ് ഇത്ര സോഫ്റ്റ് ശബ്ദം കേൾക്കുന്നത്. ഭീകരമായ ശബ്ദം കേൾപ്പിക്കണമെങ്കിൽ ചെണ്ടയുടെ തോല് പോലത്തെ കട്ടി കൂടിയ തോലുകൾ വേണം. ഈ തോല് ഉണ്ടാക്കുമ്പോൾ വേറെ എന്തെങ്കിലും പ്രോസസ്സിംഗ് കാര്യങ്ങളുണ്ടോ? ഇല്ല, ഈ തോല് സാധാരണ അറവുശാലകളിൽ നിന്ന് പുലർച്ചെ 4 മണി നേരത്തെ പോയിട്ട് അവർ വാങ്ങിയിട്ട് വരികയാണ് ചെയ്യുക. അറവുശാലയിൽ സ്ഥിരം അറവ് നടക്കുന്നവർക്ക് പുലർച്ചെയാണ് നടക്കുക. അപ്പോൾ അറവുശാലയിൽ നിന്ന് കൊണ്ടുവന്ന് അതിനകത്ത് ചില ആളുകൾ ചുണ്ണാമ്പിട്ടിട്ട് ഇതാക്കും, ചില ആളുകൾ കത്തി കൊണ്ട് അതിൻ്റെ രോമങ്ങൾ, ഉള്ളിലും ചെറിയ രോമങ്ങൾ പോലെ ഉണ്ടാവും, അതൊക്കെ വടിച്ച് കളഞ്ഞ് അതിൻ്റെ ഞരമ്പുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞ് അതിൽ ചില പൊട്ടില്ല എന്ന് ഉറപ്പുള്ള ഭാഗം മാത്രം എടുക്കുകയാണ് ചെയ്യുക. എടുക്കുമ്പോൾ കുറച്ച് വലുതായിരിക്കും ഇത്. അതിൽ നിന്ന് വെട്ടി ചെറിയ വട്ടങ്ങളാക്കിയിട്ട് ഈ മരത്തിന്റെ വളയത്തിന് മരങ്ങൾക്ക് പ്രത്യേകതയൊന്നുമില്ല. ഇത് മാവിന്റെ പലകയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ചടച്ചി മാവ് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉപയോഗിക്കും. അതിന്റെ മുകളിൽ സാധാരണ എന്താ പറയുക, പനഞ്ചി പശ ഉപയോഗിച്ചിട്ട് പണ്ട് ഒട്ടിച്ചിരുന്നു. അല്ലെങ്കിൽ നല്ല നേദ്യച്ചോറ്, ഉണങ്ങലരി കൊണ്ടുണ്ടാക്കിയ നേദ്യച്ചോറ് അരച്ച് പശയാക്കി ഭസ്മം കൂട്ടിയിട്ടാണ് അച്ഛനെ കുട്ടിക്കനായിട്ടുള്ളത്. അതെ, അത് ഭയങ്കര പേസ്റ്റിയാണത്. നല്ല സ്റ്റിക്കി ആയിട്ടുള്ളതാണ്, ഭയങ്കര പശയാണ്. ഫെവിക്കോൾ പോലെ തന്നെയാണത്. അന്ന് ഫെവിക്കോളൊന്നും ഇല്ലല്ലോ. ഇതാണ് ഇതിന്റെ തോല്. ഇനി ഇതിന്റെ ശബ്ദത്തില് ഗമകങ്ങൾ വരുത്തുന്നത് എല്ലാവരും വിചാരിക്കുന്നത് ഈ കയറിൽ പിടിച്ച് ഇങ്ങനെ ആക്കുകയാണെന്നാണ്. അങ്ങനെയല്ല. ഈ തോൾക്കച്ചയുടെ ഇതിനിടയിലൂടെ കൈയിട്ട് ഈ കുറ്റിയെ കൊണ്ടുപോയി പിടിച്ച് ഈ കുറ്റിയെയാണ് പൊക്കും താഴ്ത്തുകയും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പഠിക്കണ കാലത്ത് കൈ എന്താ പറയുക, ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ ആളുകൾ മേല് വെച്ച് ഇങ്ങനെ ഉരയ്ക്കും, അറിയാതെ. മേല് വെച്ച് ഉരയ്ക്കേണ്ട കാര്യം, അത് സ്വതന്ത്രമായി ഇങ്ങനെ പിടിച്ച് അപ്പോൾ ആളുകളിങ്ങനെ ഇങ്ങനെ 3 സ്ഥാനങ്ങളൊക്കെ കൊട്ടി കാണിക്കും. ഇതിന്റെ ത്രിസ്ഥാനം കാണിക്കാന്ന് പറയാം. അതായത് സ പ സ എന്ന് കർണാടക സംഗീതക്കാർ പിടിക്കണില്ലേ, അതേപോലെ ശ്രുതി നോക്കുകയാണ്. ഇതിന്റെ ഏറ്റവും ബേസിക് ഏതാണ്, എത്ര വരും, അതായത് ഈ എത്ര റേഞ്ചിലേക്ക് ഇതിന്റെ ഒക്ടേവ്, ഇതിന്റെ ശ്രുതി പോവും എന്നാണ് ഈ കൊട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ചടങ്ങോ ആചാരമോ അല്ല. ഈ പാടാൻ പോകുന്ന ആൾക്ക് ഇതിൽ എത്ര ശ്രുതി കിട്ടും എന്നതനുസരിച്ച് വേണം അയാളെ തൊണ്ട പിടിക്കാൻ. എന്നാൽ അദ്ദേഹം ശ്രുതിപ്പെട്ടി വെച്ചിട്ടല്ല അമ്പലനടയിൽ സോപാന സംഗീതം പാടുന്നത്. അപ്പോൾ ഇതിന്റെ ശ്രുതിയിൽ പാടണം എന്നാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ഈ ഇടയ്ക്കയുടെ ശ്രുതിയിലാണ് പാടുന്നത്. കാരണം ഇടയ്ക്ക ഉപയോഗിക്കുന്നത് ഒരിക്കലും ഒരു കച്ചേരിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. ഒരു വിശദമായി മൃദംഗം, വയലിൻ, ഘടമൊക്കെ വെച്ച് സെറ്റപ്പൊക്കെ റെഡിയാക്കി ശ്രുതിയൊക്കെ ചെക്ക് ചെയ്ത് മൈക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നടത്തുന്ന ഒരു കൺസേർട്ടിന് വേണ്ടിയിട്ടല്ല ഇടയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇടയ്ക്ക് ഉപയോഗിക്കുന്നത് ക്ഷേത്രത്തിൽ വിവിധ പൂജകൾ നടക്കുന്നില്ലേ, ആ സമയത്ത് വളരെ ക്വിക്കായിട്ടുള്ള ഉപയോഗമാണ്. പെട്ടെന്ന് പാടാൻ തുടങ്ങണം, പെട്ടെന്ന് പാട്ട് നിർത്തണം. അതായത് ക്ഷേത്രത്തിൽ വിവിധ പൂജകളുടെ ഭാഗമായിട്ട് പ്രസന്ന പൂജ എന്ന് പറഞ്ഞിട്ട് ചില പൂജകളുണ്ട്. നടയടച്ച് അകത്ത് കയറി ഇരുന്നു കൊണ്ടുള്ള പൂജയാണ്. അപ്പോൾ നമ്പൂതിരിപ്പാട് അകത്ത് കയറിയിരുന്ന് പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വാതിലടച്ചാൽ പിന്നെ വിഗ്രഹം കാണില്ല. വിഗ്രഹം കാണാത്ത ഇടവേളയിൽ പുറത്തു തൊഴുതു നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് വിഗ്രഹം കാണുന്ന അതേ അനുഭവം പാട്ടുകൊണ്ട് പുറത്തു നിന്നിട്ട് ഒരാൾ കൊടുക്കണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി. അതായത് 6 or 7 ദിവസവും എടുത്തുകൊണ്ട് ഒരു വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠ നടത്തി ഈശ്വരൻ്റെ രൂപത്തെ കാണിക്കുന്ന ഒരു തന്ത്രി എന്താണോ ചെയ്യുന്നത്, അതിനേക്കാൾ ചലഞ്ചിങ് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് 5 മിനിറ്റ് കൊണ്ട് ഇവർ നടയടച്ചാൽ ഉടനെ പിന്നെ ആ വിഗ്രഹം കാണാത്ത ആളുകളെ പുറത്ത് നിൽക്കണം. അപ്പോൾ അവർക്ക് ആ വിഗ്രഹം കാണുന്ന അനുഭൂതി ഈ പാട്ട് കൊണ്ട് കൊടുക്കണം. അപ്പോഴേക്കും നടയടച്ച ഉടനെ ആളുകൾ തുടങ്ങും.
ഇങ്ങനെ ശ്രുതി പിടിച്ചാണ് തുടങ്ങുകയാണ്. പിന്നെ എന്താ പറയുക, കൃതികത്തോം എന്ന് പറഞ്ഞിട്ട് ഗണപതി കൈ കൊട്ടി അങ്ങോട്ട് പാട്ട് തുടങ്ങാണ്. അത് എങ്ങനെ വേണമെങ്കിൽ തുടങ്ങാം. ഇതിന് ഇന്നതൊക്കെ ചെയ്തോളൊന്ന് നിയമമൊന്നുമില്ല. ആ സ്തുതി പാടി പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഈ അവിടെ ഭഗവതി ആണെങ്കിൽ ഭഗവതിയുടെ അനുഭവം കൊടുക്കണം, ശിവനാണെങ്കിൽ ശിവന്റെ അനുഭവം കൊടുക്കണം, മറ്റേ എന്താ പറയുക സുബ്രഹ്മണ്യനാണെങ്കിൽ സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠ. അത് ചിലപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞ് മൂർത്തിക്ക് അനുസരിച്ച്. അപ്പൊ 10-15 മിനിറ്റ് കഴിഞ്ഞ് നമ്പൂതിരി അല്ലെങ്കിൽ ചിലപ്പോൾ 10 മിനിറ്റ് ആവും, ചിലപ്പോൾ 5 മിനിറ്റ് ആവും. അത് അദ്ദേഹത്തിന്റെ ഭാവനയ്ക്ക് അനുസരിച്ച് ചില സ്ഥലത്തൊക്കെ സ്ഥിരം ചില ഡ്യൂറേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നട തുറന്നാൽ ഉടനെ എന്താ പറയുക തീരുമാനം വായിക്കാറിയും. അതായത് നമ്മൾ മൃദംഗത്തിലൊക്കെ തീരുമാനം വായിക്കില്ല, അതേപോലെ തീരുമാനം വായിച്ച് പാട്ട് അവസാനിപ്പിക്കണം. നട തുറന്നാൽ പിന്നെ പാടിക്കൊണ്ടിരിക്കരുത് എന്നാണ് നിയമം. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊരു ടൈം ഫില്ലിംഗ് ആണ്. വിഗ്രഹം കാണാത്ത ഇടവേളയില് ഇപ്പൊ നട അടച്ചോ സങ്കല്പിക്കുക. അപ്പൊ നമ്മള് ചെയ്വാൻ എന്തു താമസം കൃഷ്ണ കഴലിണ കൈ തൊഴുന്നേ. കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ കഴലിണ കൈ തൊഴുന്നേ. ശരണാഗതന്മാർക്കിഷ്ട ഭവസിന്ധോ ദുരിത സഞ്ജയമാകും തിര തന്നിൽ മുഴുകുന്ന നരതതിക്കവലംബം മരതകമണിവർണ്ണൻ ഹരിതന്റെ എന്നുതവ ചരിതവർണ്ണനങ്ങളിൽ സകല മുനികൾ പർവതറിവനതുനാ. നഖലു ഭേദമേതും ഹരേ കൃഷ്ണ പിഞ്ചഭാരമണിഞ്ഞ കുഞ്ചിപുരഭംഗിയും പൂഞ്ചിരി ചേർന്ന കൃപാപൂർണ കടാക്ഷങ്ങളും അങ്കിത മനമാല ഹാര കൗസ്തുഭങ്ങളും പൊൻചിലമ്പും പാദവും തവ പൊൻചിലമ്പും പാദവും ഭുവനമഥന മമ ഹൃദി നീ വിലസേണം ഹരേ കൃഷ്ണ കണ്ണാ ഹരേ ധാതാവാകിയ ലോകത്താതാവായുള്ള
ഹര സകല കുശലമധികം ഹരേ കൃഷ്ണ കരുണ ചെയ്വാൻ എന്തടോ താമസം കണ്ണ കഴലിണ കൈ തൊഴുന്നേ നിൻ കഴലിണ കൈ തൊഴുന്നേ കരുണ ചെയ്വാൻ എന്തു താമസം കണ്ണ കഴലിണ കൈ തൊഴുന്നേ ഹരേ കൃഷ്ണ കാരുണ്യ സിന്ധു ഹരേ കൃഷ്ണ ഇടയ്ക്ക് കൊട്ടാൻ ഉപയോഗിക്കുന്ന ഈ കോല് ഇത് സാധാരണ ചെണ്ടക്കോലിൻ്റെ പകുതിയിൽ താഴെ വലിപ്പമേ ഉള്ളൂ. ഈ കോല് എത്ര കണ്ട് വണ്ണം കുറഞ്ഞതാണോ എത്ര കണ്ട് നീളം കുറഞ്ഞതാണോ അത്ര കണ്ട് ഇടയ്ക്ക വായിക്കുന്ന ആൾ വൈദഗ്ധ്യം കൂടുതലുള്ള ആളാണ് എന്നാണ് സങ്കല്പം. വണ്ണം കുറയുന്നതിന് അതെ അതെ. അപ്പോൾ അത്രയും വിദഗ്ധരായിട്ടുള്ള ആളുകൾക്ക് കയ്യിൻ്റെ സാധകം ഉണ്ടാവും. അതായത് കേരളത്തിലുള്ള ഒരു വാദ്യങ്ങളും കൊട്ടാൻ പഠിക്കുന്നത് യഥാർത്ഥ വാദ്യത്തിലല്ല, മറ്റൊരു കല്ലിൻ്റെ മുകളിലോ മരത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മരക്കട്ടയുടെ മുകളിലോ ഒക്കെയാണ്. പുളിമുട്ടിയും കരിങ്കല്ലും ഉപയോഗിച്ചിട്ടാണ് ചെണ്ട കൊട്ടാൻ പഠിക്കുക. ഇടയ്ക്ക് പഠിക്കുന്നത് കയ്യത്ത എന്ന് പറഞ്ഞാൽ കയ്യിനകത്തൊരു കട്ട ഇങ്ങനെ പിടിക്കുന്ന ഒരു ഏതെങ്കിലും മരത്തിൻ്റെ കഷ്ണം ഇങ്ങനെ പിടിച്ച് അതിൻ്റെ മുകളിൽ വേറെ ഒരു ഷേപ്പിലുള്ള നീളത്തിലുള്ളൊരു കോല് പിടിച്ചിട്ടാണ് ഈ കൊട്ടാൻ പഠിക്കുക. അതായത് തക്കിട്ട തരികിട എന്ന് പഠിച്ച് ഈ കയ്യിൻ്റെ റിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് ഇടയ്ക്കിടെ ഫേസ് വരുന്നത്. ചെണ്ട ഇങ്ങനെ ആയതുകൊണ്ട് രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് പുളിമുട്ടിയിൽ ഇങ്ങനെ ചെയ്തു. മദ്ദളത്തിന് വേറൊരു സാധനമുണ്ട് മരത്തിൻ്റെ. അങ്ങനെ മിഴാവിന് സാധക കുറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ഒരു വേറെ സാധനം തന്നെ ഉണ്ട്. അറബിയുടെ തല കെട്ടുമാരി ഒരു ഉപകരണമുണ്ട്. അതായത് ഇടയ്ക്കുറ്റി പകുതി മുറിച്ച് കൗത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്. നിലത്തിരുന്നിട്ട് സാധകം ചെയ്യാൻ വലിയൊരു മിഴാവിലല്ല സാധകം ചെയ്യുക. അത്തരത്തിൽ ഓരോ വാദ്യങ്ങൾക്കും യഥാർത്ഥ വാദ്യം കൊടുക്കാതെ മറ്റൊരു മീഡിയം കൊടുത്ത് പഠിപ്പിക്കുന്നതിന് പുരാതന ആചാര്യന്മാർക്ക് ചില സങ്കല്പങ്ങൾ ഉണ്ടാവാം. ഇദ്ദേഹം എത്ര കണ്ട് ക്ഷമയോട് കൂടിയിട്ടാണ്. ഇപ്പം പുളിമുട്ടിയിൽ കരിങ്കല്ല് കൊണ്ട് കരിങ്കല്ലിൽ പുളിമുട്ടി കൊണ്ട് കൊട്ടുമ്പോൾ ഒരു ചെണ്ടയുടെ ഒരു അനുഭവം ഒരാൾക്ക് കിട്ടില്ല. ഇടയ്ക്കയിൽ ഈ കയ്യത്തിൽ കൊട്ടുമ്പോൾ ഒരു അനുഭവം കിട്ടില്ല. അങ്ങനെ വളരെ പരുക്കനായിട്ടുള്ള വിരസമായ ഈ പരിശീലന പദ്ധതിയിൽ ഒരു കലാപ്രവർത്തകനാവാനോ അല്ലെങ്കിൽ കലാപ്രവർത്തകയാനോ വരുന്ന ആൾ എത്ര കാലം ക്ഷമയോടുകൂടി തുടരുന്നുണ്ട്? അയാൾക്ക് മാത്രമേ അതിജീവിക്കാൻ പറ്റൂ. കാരണം നട്ടപ്പൊരി വെയിലത്താണ് ഈ ചെണ്ടൊക്കെ തൂക്കിയിട്ട് കൊട്ടേണ്ടത്. നട്ടപ്പാതിരയ്ക്ക് നട്ടപ്പൊരി വെയിലത്തൊക്കെയാണ് ചെണ്ട കൊട്ടലും മൃദംഗം മറ്റേ എന്താ പറയുക മദ്ദളം തിമല ഇടയ്ക്ക തുടങ്ങിയിട്ടൊക്കെ വായിക്കണം പഞ്ചവാദ്യക്കാർ. അല്ലാണ്ട് മൃദംഗവും തബലയും വായിക്കുന്ന മാതിരി ശീതീകരിച്ച മുറികളിലെ കൊട്ടാരങ്ങളുടെ എടുപ്പുകളിലൊന്നുമല്ല, വേദികളിലൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളീയ വാദ്യങ്ങളുടെ പഠനത്തിന് വരുന്നയാളുടെ സഹനശേഷി അത്രമാത്രം പരീക്ഷിക്കുന്നുണ്ട് ആചാര്യന്മാർ. അതുകൊണ്ടാണ് അവരൊക്കെ അവഹേളിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇത്ര വലിയ വിഷമം ഉണ്ടാവുന്നത്. ഇത്ര വലിയ പ്രാക്ടീസ് എല്ലാ കലാരൂപത്തിലും ഈ പ്രാക്ടീസ് ഉണ്ട്. ഇപ്പോൾ മൃദംഗത്തിലും തബലയിലൊക്കെ ഉണ്ടത്. അപ്പോൾ ചെണ്ട പോലത്തെ സംഗതികളിൽ പണ്ടൊക്കെ വീട്ടിൽ ദാരിദ്ര്യം കഷ്ടപ്പാടുള്ള കുട്ടികളെ ചെണ്ട പഠിക്കാനും കഥകൾ പഠിക്കാനും വിടും. അങ്ങനെയെങ്കിലും അവിടുന്ന് ഗുരുനാഥൻ്റെ കൂടെ ഊണ് കഴിച്ചുമ്പോൾ കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് മാത്രം ചിലപ്പോൾ വാദ്യക്കാരായിക്കോണമെന്നില്ല. ഇങ്ങനെ ഈ കേരളീയ വാദ്യമായ ഇടയ്ക്കയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിൽ കൊട്ടുന്ന വാദ്യങ്ങളെ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഡ്രംസ് എന്നാണ് വിളിക്കുക. പെർക്കഷൻ ഇൻസ്ട്രുമെൻസിൻ്റെ മുകളിൽ ഒറ്റ കോലും ഒറ്റ കൈയും ഒറ്റ മുഖവും ഉപയോഗിച്ച് വായ കൊണ്ട് പാടുന്ന എല്ലാ സ്വരസ്ഥാനങ്ങളും നോട്ടുകളും വായിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക കൊട്ടുവാദ്യമാണ് ഇടയ്ക്ക. ഇപ്പോൾ 5 തബല വെച്ചിട്ട് വേണമെങ്കിൽ 5 സ്വരങ്ങൾ 5 തരത്തിലുള്ള പാട്ടിൻ്റെ വരികൾ. ഇപ്പം ജനഗണമന അധിനായക ജയ ഹേ എന്നൊരു 5 6 തബല വെച്ചിട്ട് ടെങ് 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 എന്നിട്ട് കൊട്ടാൻ വയ്ക്കും, പാട്ട് കേൾപ്പിക്കാം. അതിന് 5 തബല അല്ലെങ്കിൽ 6 തബലേ വേണം. അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു ഒറ്റ കോലും ഒറ്റ കൈ ഒറ്റ മുഖം മതി. ഈ കഴിവുള്ള ആളുകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് 10-ൽ താഴെ ആളുകളാണ്. ഭൂമിയിൽ
പെരിങ്ങോട് മണികണ്ഠൻ, സുബ്രഹ്മണ്യൻ, അതുപോലെ ഇരിങ്ങാലക്കുട നന്ദകുമാറേട്ടൻ, അതുപോലെ അങ്ങനെ ഒരു 8-10 ആളുകളാണ് ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളത്. ഏത് പാട്ട് പറഞ്ഞാലും വായിക്കാൻ കഴിയുന്ന ആളുകളായിട്ട് ഇപ്പം ജീവിച്ചിരിക്കുന്നത്. മറ്റെല്ലാവരും ഇടയ്ക്ക് കൊട്ടി പാട്ട് പാടും. അപ്പം ഞാൻ ഇടയ്ക്കയിലൊരു വിദഗ്ധനല്ല. എനിക്ക് എൻ്റെ പാട്ടിന് ശ്രുതി ഒപ്പിച്ച് താളത്തിൽ പാടി പോകാൻ മാത്രമേ അറിയാവുള്ളൂ. കാരണം ഞാൻ ഇടയ്ക്കയിലല്ല ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്കാറുന്നൊരു സോളോ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് വന്നിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാം, ഈ പാട്ട് വായിക്കുന്ന ആളുകളെല്ലാം. അപ്പോൾ അത്തരത്തിലുള്ള മിടുക്കന്മാർ ഇന്നും കേരളത്തിൽ ജീവിച്ചിരുന്നിട്ട് അവരെ ഒരു അന്തർദേശീയ പ്ലാറ്റ്ഫോമിൽ ഇത്രയും മിടുക്കന്മാരായിട്ടുള്ള ഇത്രയും സാധ്യതകളുള്ള ഇടയ്ക്ക കലാകാരന്മാരെ കൊണ്ടുവരാനായിട്ട് ഇപ്പോഴും നമ്മുടെ സാംസ്കാരിക വകുപ്പിനോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിനോ സാധിച്ചിട്ടില്ല. കാരണം ഇത്രയും ശേഷിയുള്ള വാദ്യങ്ങളാണ് കേരളത്തിലുള്ളതെന്ന് ഇവിടെ അവർക്ക് അറിയില്ല. കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് ആര് ഭരിച്ചാലും അവർക്ക് കേരളത്തിൽ എത്ര കലാപ്രവർത്തകരുണ്ടെന്നുള്ള കണക്ക് പോലും അറിയില്ല. ഞങ്ങളിപ്പോൾ അഹല്യ ഹെറിറ്റേജ് വില്ലേജ് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ മുഴുവൻ കലാപ്രവർത്തകരുടെയും ഒരു ഡാറ്റാ ബാങ്ക് ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഒരു സർക്കാർ അവിടെ കലാപ്രവർത്തകരില്ലാഞ്ഞിട്ടല്ല, റിസോഴ്സസ് ഇല്ലാഞ്ഞിട്ടല്ല, സർക്കാരുകൾക്ക് ഏത് തരം പദ്ധതി, ഇപ്പോൾ ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ നിങ്ങളൊരു സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ അവിടെ നിലവിൽ എത്ര ജനങ്ങൾക്ക് കുടിവെള്ളം വേണം, നിലവിൽ അവിടെ ഇത്ര കാലം എങ്ങനെയാണ് വെള്ളം കിട്ടിയിരുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ വെള്ളമില്ലാതായത്, ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം അവിടെ ആവശ്യമാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ പഠനങ്ങളും നിങ്ങൾ ഡാറ്റ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതിനുശേഷമാണ് അവിടെ പൈപ്പ് ഇടാനോ കുഴൽക്കിണർ വേണോ വട്ടക്കിണർ വേണോ അല്ല ടാങ്കിൽ കൊണ്ടുവരാനോ തീരുമാനിക്കും. അതേപോലെ കലാപ്രവർത്തകരെ സംബന്ധിച്ച്, കർഷകരെ സംബന്ധിച്ച് സ്കൂളുകൾ ഉണ്ടാക്കുമ്പോൾ വിദ്യാർത്ഥികൾ എത്ര വരാനുണ്ടെന്ന് ആ പ്രദേശത്ത് പഠനം നടത്തണം. ഒരാൾ സ്കൂൾ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള, ഇപ്പോൾ അഹല്യ ഹെറിറ്റേജ് വില്ലേജ് ഉണ്ടാക്കിയിരിക്കുന്ന അങ്ങനെയാണ്. ഡോക്ടർ VS ഗോപാൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ചെയർമാൻ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ഈ സംസ്ഥാനത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് മുഴുവനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള കലാസ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതല്ലാത്ത എന്തൊക്കെയാണ് ഇനി ആവശ്യമുള്ളത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സാംസ്കാരിക രംഗത്ത് കേരളീയരായ കലോപാസകർ, കേരളീയ കലാരൂപങ്ങൾ കൈകാര്യം ചെയ്യുന്ന എത്ര മനുഷ്യരുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു കണക്ക് സർക്കാരിൻ്റെ കയ്യിലില്ല. പിന്നെ എങ്ങനെയാണ് സർക്കാർ സാംസ്കാരിക പ്രവർത്തനം നടത്താൻ എളുപ്പമല്ല. അപ്പം നമുക്ക് ഇടയ്ക്കയെ കുറിച്ചുള്ള അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഇതുവരെ നമുക്ക് ഹരിഗോവിന്ദേട്ടൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ. ഹരിഗോവിന്ദേട്ടൻ ഇങ്ങനെയാണ് ഇടയ്ക്ക അച്ഛനിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടാവുക, അതെന്തായാലും ഉറപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് അതൊരു ഏത് പ്രായത്തിൽ ഇത് പഠിക്കാൻ തുടങ്ങി? ഞാനങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ പാട്ടും കൊണ്ടൊന്നും പഠിച്ചിട്ടില്ല. അച്ഛൻ്റെ കൂടെ ഒരു വയസ്സായ അച്ഛൻ 60 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ ഒരു വൃദ്ധനായിട്ടുള്ള അച്ഛനെ കാണുന്നു. അപ്പോൾ അച്ഛന് യാത്രകൾ ധാരാളമുള്ള സമയമാണ്. 75 ജൂലൈ 3 ഞാൻ ജനിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്ത് 60 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോകുമ്പോൾ കൂടെ ഒരാൾ എവിടെ പോയി, ഇന്നത്തെ പോലെ ഫോണൊന്നുമില്ല, അപ്പോൾ എവിടെ പോയി എന്ത് പോയി എല്ലാ ആവശ്യത്തിൻ്റെന്ന് അറിയാൻ വേണ്ടി അമ്മ എന്നെ സഹായിയായിട്ട് കൂടെ വിട്ടതാണ്. മറ്റു മക്കളൊന്നും ആകുമ്പോൾ അച്ഛൻ അത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ കൂടെ ഒരാൾ പോയാൽ ഒരാൾ സഹായി ആവുമല്ലോ വെച്ചിട്ട് കൂടെ വിട്ടതാണ്. ഞാൻ കുറേശ്ശെ പാട്ടും പാടുമായിരുന്നു. സാധാരണ സ്കൂളിലൊക്കെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടുന്നത് വീട്ടുകാർ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇയാൾക്ക് ഇനി പാട്ടിൽ വാസന ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ട് അമ്മ കൂടെ വിടുന്നതാണ്. അങ്ങനെ അച്ഛൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് സ്റ്റേജിലേക്ക് വിളിച്ച് വന്നോ പാടിക്കൊന്നിട്ട് സ്റ്റേജിലാണ് പാട്ട് പഠിപ്പിക്കുക, അല്ലാണ്ട് വീട്ടിലിരുന്ന് പാട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പം മുമ്പ് പാടും അത് ഏറ്റവും പാടണം. അതുകൊണ്ട് ഇടയ്ക്കയിൽ അങ്ങനെ പ്രാക്ടീസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കുറവുകളും എനിക്കുണ്ട്. സോപാന സംഗീതം എന്ന് പറയുന്നത് കേരളത്തിൽ കേട്ടുവരുന്ന 350ഓളം വരുന്ന ഗ്രാമീണ ഗാനശാഖകളിൽപ്പെട്ട ഒരാചാര സംഗീതം മാത്രമാണ്. ഞാറ്റുപാട്ട്, കൊയ്ത്തുപാട്ട്, പുള്ളുവൻപാട്ട്, കളമെഴുത്തുപാട്ട്, എന്താ പറയുക, കോതാമൂരിപ്പാട്ട് തുടങ്ങിയിട്ടുള്ള 350ഓളം വിവിധ കാരണങ്ങളാൽ ഉണ്ടായിപ്പോയ പാട്ടുരൂപങ്ങളുണ്ട് കേരളത്തിൽ, മലയാളക്കരയിൽ മാത്രം. പക്ഷെ അപ്പോഴും നമ്മൾ സംഗീതോത്സവം നടത്തിയ കർണാടക സംഗീതോത്സവമാണ്. ഒരു സംഗീതോത്സവം നടത്തുമ്പോൾ ഇതെല്ലാം കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടു സംഗീതത്തിനെ വെറും നാടൻ പാട്ടുകൾ മാറ്റിയിട്ടിരിക്കുകയാണ്. അതാണ് കേരള സംഗീതം. അപ്പോൾ അത്തരം സംഗീത രൂപങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ പിന്നീട് എൻ്റെ ആഗ്രഹം കൊണ്ട് പാട്ടോളം എന്ന് പറയുന്ന കേരള സംഗീതോത്സവം ഷൊർണൂർ ഭാരതപ്പുഴയിൽ തുടങ്ങി വെച്ചത്. അതിന് സർക്കാരുകൾക്ക് വേണമെങ്കിൽ തുടരാം. കാരണം കേരളത്തിൽ നടക്കേണ്ടത് കേരള സംഗീതോത്സവം തന്നെയാണ്. കർണാടക സംഗീതോത്സവം നടത്തുന്നത് മോശമല്ല, പക്ഷേ ആദ്യം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ പ്രാദേശിക സംഗീത ധാരകളെയാണ്. ഈ സോപാന സംഗീതം എന്നുള്ളൊരു ഇത് അമ്പലങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് അച്ഛനാണ്. അച്ഛനിൽ നിന്ന് ഹരിഗോവിന്ദേട്ടൻ അതിന് വേറൊരു തലത്തിലേക്ക് അത്. അതെ. സോപാന സംഗീതം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതൊരു വലിയ സംഗീത ശാഖയല്ലാത്തതിൻ്റെ കാരണം അമ്പലത്തിനകത്ത് മാക്സിമം ഒരു ദിവസം എത്ര പാട്ട് പാടണം, എത്ര പൂജകളുണ്ടെങ്കിലും ഒരുപാട് പാട്ടൊന്നും പാടുന്നില്ല. പാടിയ പാട്ടനാണ് അടുത്ത ദിവസം പാടുന്നത്. എല്ലാ ദിവസവും ഒരേ പ്രതിഷ്ഠയാണ്. അവർക്ക് ഇതൊരു വെറും ആചാരം മാത്രമാണ്. അതുകൊണ്ട് അവർ പുതിയ പാട്ടുകളുണ്ട്. ഇപ്പം ശിവസ്തുതി തന്നെ 5-6 വെറൈറ്റിയിൽ പാടാം. പക്ഷേ അവർ ഇതൊരു ഉപജീവനത്തിനുള്ള മാർഗ്ഗമായി ആരും ശ്രദ്ധിക്കണില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ദക്ഷിണ കൊടുക്കുമ്പോഴും സോപാന സംഗീതം നന്നായിട്ട് പാടിയ ആൾക്കാരും ദക്ഷിണ കൊടുക്കാറില്ല.
അങ്ങനെ മനുഷ്യൻ്റെ ഒരു തരത്തിലുള്ള പരിഗണനയും ലഭിക്കാതെ വന്നപ്പോൾ അവരിതൊരു ചടങ്ങ് പോലെ ചെയ്യും. ചിലർ കുറേ ഇറക്കി വിട്ടൽ മാത്രമായിട്ട് മാറി, പിന്നെ പാട്ടുകാരില്ലാണ്ടായി, അവരൊക്കെ വേറെ ജോലിക്ക് പോയി. അങ്ങനെ ഇതിനൊരു മാന്യത ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ രംഗത്ത് വരുന്ന സമയത്ത് 150-ൽ താഴെ സോപാന ഗായകരെ കേരളത്തിലുള്ളൂ. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സോപാന സംഗീതം എന്ന കലാരൂപത്തിന് നിലയും വിലയും വർദ്ധിപ്പിക്കുക, ആ കലയുമായി കൊണ്ട് നടക്കുന്ന മനുഷ്യർക്ക് നിലയും വിലയും വർദ്ധിപ്പിക്കുക. ഇതായിരുന്നു ഞാൻ ഈ രംഗത്തേക്ക് വരുമ്പോൾ എൻ്റെ ലക്ഷ്യം. കാരണം എൻ്റെ അച്ഛന് ഈ സമൂഹം ഒരു സോപാന ഗായകനായതുകൊണ്ട് മാത്രം അത്രമാത്രം എന്താ പറയുക അവഹേളിക്കുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്നല്ല, നല്ലൊരു വിഭാഗം. കാരണം ഒരു തന്ത്രിക്കോ മന്ത്രിക്കോ കിട്ടുന്ന പരിഗണന ഒരു കലാകാരന് കിട്ടണം. അതിനുള്ള പ്രതിഭ കലാപ്രവർത്തകർക്കുണ്ട്. അച്ഛനാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും അംഗീകാരം കിട്ടാത്തത് കൊണ്ട് എനിക്ക് അംഗീകാരം കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് കരയുന്ന ഒരാളല്ല. അപ്പം ഞരളത്ത് രാമപ്പൊതുവാൾ അനുഭവിച്ചതൊന്നും ഇനി കേരളത്തിൽ ഒരു സോപാന ഗായകനും അനുഭവിക്കരുത് എന്നതാണ് എൻ്റെ ആദ്യത്തെ പരിഗണന. അതിനുവേണ്ടി സോപാന സംഗീതത്തിൻ്റെ സകല സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഹരിഗോവിന്ദ ഗീതം അവതരിപ്പിക്കുന്നു, ഇടയ്ക്ക കൊട്ടിക്കിട്ട് എന്തെല്ലാം കവിതകൾ പാടുന്നു, പാട്ട് പാടുന്നു, സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നു. അങ്ങനെ പല തലങ്ങളിലേക്ക് അതിനെ വ്യാപിപ്പിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ മിക്കവാറും സാംസ്കാരിക സമ്മേളനങ്ങൾ ഏതെങ്കിലും ഒരാൾ ഇടയ്ക്ക കൊട്ടി പാടിക്കൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് പകരം അരങ്ങുണരുന്നത്. അപ്പോൾ അമ്പലത്തിൽ പാടിയിരുന്നൊരു പാട്ടിന് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. പ്രതിഷേധങ്ങൾ, സമരങ്ങൾ നടക്കുമ്പോൾ അവിടെ ഇടയ്ക്ക കൊട്ടിൻ്റെ പാട്ട് പാടുന്നു. ഇതിനൊക്കെ വലിയ സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ദേശത്തിനും അതീതമായി ഈ സംഗീതത്തിന് എന്തെല്ലാം സാധ്യതകളുണ്ടെന്ന് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത്. പരിശുദ്ധമായ സോപാന സംഗീതത്തെ ഉപയോഗിച്ച് മാപ്പിളപ്പാട്ട് പാടി, ക്രിസ്ത്യൻ പാട്ട് പാടി, നാടൻ പാട്ട് പാടി എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പാട്ടേ പാടുന്നുള്ളൂ. കേൾക്കുന്ന ആളുകൾക്ക് മാപ്പിളപ്പാട്ട്, ക്രിസ്ത്യൻ പാട്ടൊക്കെ ആയിരിക്കും. എൻ്റെ ഉദ്ദേശം എന്താണ്? ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഈ ഇടയ്ക്കയെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ അവർക്കും അറിയണം, ക്രിസ്ത്യാനികൾക്കും അറിയണം. അപ്പോൾ അവരറിഞ്ഞാൽ എന്താ ഗുണം? ഇതിനോട് ആദരവ് വർദ്ധിക്കും. നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് അറിവില്ലെങ്കിൽ നിങ്ങൾക്കതിനെ ആദരിക്കാൻ പറ്റില്ല. ഈ പലരോടും ആദരവില്ലാത്തത് അറിവില്ലായ്മ കൊണ്ടാണ്, അല്ലാണ്ട് ഈ ആദരിക്കപ്പെടേണ്ട ആളുകൾക്ക് അർഹത ഇല്ലാത്തതോ യോഗ്യത ഇല്ലാത്തത് കൊണ്ടോ അല്ല. അപ്പൊ ഈ ഇവിടെ ചുമർ ചിത്രങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ. ഈ ചുമർ ചിത്രം ഒരു കാലത്ത് എന്താ പറയുക, ഒറിജിനൽ നാച്ചുറൽ ആയിട്ടുള്ള പല കളറുകളും ചേർത്തുണ്ടാക്കി കഷ്ടപ്പെട്ട് ക്ഷേത്രങ്ങളുടെ ചുമരുകളിൽ പുരാതനമായ കഥകൾ ആലേഖനം ചെയ്ത് കൊണ്ടുവന്ന ഒരു മഹത്തായ കലാരൂപമാണ്. പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിച്ചുള്ളൊരു മഹത്തായ കലാരൂപമാണ് എന്നതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഇതിപ്പോൾ എന്താ ചിത്രപ്പത്, ഇതിപ്പോൾ എന്തത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവഗണിച്ച് പോയി കളയും. നേരെ മറിച്ച് ഇത് വരയ്ക്കുന്നതിരുന്ന് കണ്ടാലാണ് എനിക്ക് മനസ്സിലായി എത്ര അധ്വാനം ഉണ്ടെന്നതിന് മനസ്സിലാവുക. അതുപോലെ സോപാന സംഗീതത്തെക്കുറിച്ചെന്ന് മാത്രമല്ല, കേരളീയ കലാരൂപങ്ങളോട് ഈ സമൂഹത്തിനും സർക്കാരുകൾക്കും പുച്ഛം വരാനുള്ളൊരു കാരണം, ഇന്നും നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ ഏതൊരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഒരു ബ്രോഷറോ വെബ്സൈറ്റോ അല്ലെങ്കിൽ വീഡിയോസോ കാണിക്കുമ്പോൾ ആദ്യത്തിരി കഥകളിയും അതായത് ക്ഷേത്രത്തിലെ കുറച്ച് ഏറ്റവും കഥകളി ഇവിടെ ഉണ്ടായ ഏറ്റവും പുതിയ കലാരൂപമാണ്. ഉണ്ടായ കലാരൂപങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ കലാരൂപമാണ്. അപ്പോൾ നമ്മുടെ സർക്കാരുകൾക്കോ സാംസ്കാരിക സ്ഥാപനങ്ങൾക്കോ എങ്ങനെയാണ് കലാപ്രവർത്തനം നടത്തേണ്ടതെന്ന് അറിയില്ല. കലയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എങ്ങനെ, കലാപ്രവർത്തകരെ മാന്യതയുള്ള ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എങ്ങനെ ഇതൊന്നും അറിയാം. അപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് 10,000-കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങി. അവരൊക്കെ എവിടെ? അവരുടെ ജീവിതം ഭയങ്കര കഷ്ടപ്പാടാണ്. അവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം സർക്കാർ ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ രാവിലെ സോഡക്കുപ്പി ഉണ്ടാക്കി വിടുന്ന കുറേ എണ്ണം കലാകാരന്മാരെ ഉണ്ടാക്കി വിടുന്ന സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നേരെ മറിച്ച് കലാപ്രവർത്തകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സമൂഹത്തെ കൂടി സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിയണം. ആ പ്രവർത്തനമാണ് ഞാൻ ഏറ്റെടുത്തത്. സോപാന സംഗീതത്തിന് ആവശ്യക്കാരുണ്ടാക്കുക. അപ്പോൾ എനിക്ക് ഇസ്ലാം മത വിശ്വാസികളുടെ ഇടയ്ക്കും ക്രിസ്ത്യൻ മത വിശ്വാസികളുടെ ഇടയ്ക്കും ഞാൻ പോകുന്നത് മനുഷ്യരുടെ ഇടയിലേക്കാണ്. അല്ലാണ്ട് അവർ ധരിക്കുന്ന രീതിയിൽ എനിക്ക് മനുഷ്യരുള്ളിടത്തേക്കൊക്കെ തന്നെ എത്തിക്കണം. ചില ഇസ്ലാം മത സംഘടനകളുടെ പരിപാടികൾക്ക് എന്നെ വിളിച്ചിട്ട് അവർക്ക് എൻ്റെ സമീപനങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് എന്നെ വിളിക്കും. അപ്പോൾ ചിലർ പറയും ഇടയ്ക്ക് കൊട്ടിപ്പാടൽ വേണ്ട കേട്ടോ, കാരണം അത് നമുക്ക് ചില പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ മൗലവിമാർക്ക് അത് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയും. അപ്പോൾ ശരി വേണ്ട, പക്ഷെ ഞാൻ വായ കൊണ്ട് പറയും ഞാൻ കൊണ്ടുവന്ന ഇടയ്ക്കുണ്ട് ഇവിടെ, അതിൻ്റെ പ്രത്യേകത ഇന്നതാണ് എന്ന് ഞാൻ പറയും. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് പെട്ടാൽ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോയാൽ നമ്മൾ അമ്പലത്തിലെ മര്യാദകൾ പാലിക്കണം അല്ലേ? ഒരു കളക്ടറുടെ അടുത്ത് പോയി നമ്മൾ അവിടുത്തെ മര്യാദകൾ പാലിക്കണമല്ലോ. അതല്ലാണ്ട് അവിടെ ചെന്നിട്ടല്ല നമ്മൾ വിപ്ലവം ഉണ്ടാക്കേണ്ടത്. വിപ്ലവത്തിന് നമ്മൾ പുതിയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം, നമ്മുടേതായിട്ടുള്ള ഇടങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് വിപ്ലവം ഉണ്ടാക്കേണ്ടത്. പക്ഷേ ശബരിമലയിൽ സ്ത്രീകൾ കയറി പോകുന്നു, അവിടെ പോയിട്ടല്ല വിപ്ലവം ഉണ്ടാക്കേണ്ടത്. സ്ത്രീകൾക്ക് കയറാവുന്ന മറ്റൊരു ശബരിമല സൃഷ്ടിച്ചുകൊണ്ടാണ് അതിനെ നമ്മൾ വെല്ലുവിളിക്കേണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് അതാണ്. ക്ഷേത്രങ്ങളിൽ പല പരിമിതികളുണ്ട്, ജാതി മത വ്യത്യാസമില്ലാണ്ട് എല്ലാവർക്കും ഇടയ്ക്കൂട്ടി പാടാൻ പറ്റില്ല, പെൺകുട്ടികൾക്ക് പാടാൻ പറ്റില്ല സോപാനത്തിൽ. അത് അവിടുത്തെ ആചാരങ്ങൾ അങ്ങനെയാണ്. എന്തിനാണ് നമ്മൾ അവരെ ഇതാക്കാൻ പോകുന്നത്? അപ്പം ഞാൻ അച്ഛൻ്റെ ഇടയ്ക്ക് പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രം തന്നെ ഉണ്ടാക്കി. അവിടെ വിഗ്രഹം ഇടയ്ക്കാണ്. അപ്പം പിന്നെ ആർക്കും വന്ന് പാടാം, കൊട്ടാം, നൃത്തം ചെയ്യാം.
ഇങ്ങനെയാണ് എൻ്റെ സമര രീതികൾ. ഞാൻ ആരും കല്ലെറിയാനോ എവിടേക്കെങ്കിലും ഓടിക്കയറാനോ ശ്രമിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ നിലവിൽ ഇങ്ങനത്തെ സിസ്റ്റം ഇവിടെ ഉണ്ട്. ആ സിസ്റ്റത്തെ ആ സിസ്റ്റത്തിന് പകരമുള്ള സംവിധാനത്തെ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇപ്പോഴും പല കലാകാരന്മാരും എന്നെ അമ്പലത്തിൽ കൊട്ടിച്ചില്ല, എന്നെ അമ്പലമുറ്റത്ത് പഞ്ചവാദ്യം കൊട്ടിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സിമ്പതി ഉണ്ടാക്കി അതിൻ്റെ പേരിൽ പ്രസിദ്ധരാവാൻ ശ്രമിക്കുന്ന പലരും കാണാറുണ്ട്. അപ്പോൾ ചോദിക്കും, ഹരിഗോവിന്ദൻ അതന്നെയല്ലേ പറഞ്ഞിരുന്നത്, ഹരിഗോവിന്ദനെ തിരുമാന്താകുന്നതിനെ കൊട്ടിക്കുന്നു. ഞാൻ അങ്ങനെയല്ല, എന്നെ കൊട്ടിക്കുന്നില്ല എന്നല്ല, തിരുമാന്താകുന്ന ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഞാൻ ജനിച്ച നാടാണ്. അവിടുത്തെ ആചാരപ്രകാരം അവിടെ മാരാരോ പൊതുവാളായിട്ടുള്ള ആൾക്ക് മാത്രമേ ഇടയ്ക്ക് പാടാനുള്ള അനുവാദമുള്ളൂ. ഇത് കേരളം അറിയണം. എന്നിട്ട് അതിന് പകരം ഇവിടുത്തെ ഭരണകൂടങ്ങളും സമൂഹവും കലാപ്രവർത്തകരും ചേർന്ന് എല്ലാവർക്കും കൊട്ടിപ്പാടാൻ കഴിയുന്നൊരു സംവിധാനം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേരളത്തിനാകുമ്പോൾ സ്മാരകം ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പോൾ പകരം സംവിധാനമായില്ലേ? തിരുമാന്താവ്, ഞാനിപ്പോൾ എന്നെ തിരുമാന്താവ് അമ്പലത്തിൽ കൊട്ടിച്ചിരുന്നു പാടിച്ചിരുന്നു വിചാരിക്കാം. ഞാൻ അവിടുത്തെ വെറൊരു ചടങ്ങ് പാട്ടുകാരൻ മാത്രമായിട്ട് ചത്തുപോയേനെ. ഒരാളും എന്നെ അറിയില്ല. എനിക്ക് തന്നെ എന്നോട് ബഹുമാനം ഉണ്ടാവില്ല. അവിടുത്തെ ഗോസിപ്പുകളും അവിടുത്തെ ഈഗോ ക്ലാഷുകളായിട്ട് പോയേനെ. അങ്ങനെ അതപ്പതിക്കാതിരിക്കാൻ എനിക്ക് അത്തരമൊരു ക്ഷേത്ര ആചാര വ്യവസ്ഥ എന്നെ സംബന്ധിച്ച് ഗുണമാണ് ചെയ്തത്. നിലവിലിപ്പോ ഹരിഗോവിന്ദന്റെ രാഷ്ട്രീയ ചിന്ത എങ്ങനെയാണ്? എന്നോട് ഒരാൾ രാഷ്ട്രീയം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ BJP ആണോ എന്നറിയാനാണ് താല്പര്യം കാണിക്കുക. അതാണോ രാഷ്ട്രീയം? അതല്ല രാഷ്ട്രീയം. അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ വികലമാണ്. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിലും കിട്ടില്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിലും കിട്ടില്ല, BJPക്കാരുടെ കൂട്ടത്തിലും കിട്ടില്ല, ലീഗുകാരുടെ കൂട്ടത്തിലും കിട്ടില്ല. മനുഷ്യനായിട്ട് ഞാൻ കോൺഗ്രസ്സുകാരൻ ഒരു നല്ല കാര്യം ചെയ്താൽ, എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യം ചെയ്താൽ, ആ ചെയ്ത കാര്യം നന്നായി എന്നേ പറയുള്ളൂ. കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ നന്നായി ഞാൻ പറയില്ല. കോൺഗ്രസ്സുകാർ ചെയ്ത ആ പ്രവൃത്തി കൊള്ളാം. കമ്മ്യൂണിസ്റ്റുകാർ പലപ്പോഴും പല കാര്യങ്ങളും നല്ലത് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാനതിനെ അനുകൂലിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സമീപനം, ആ സമയത്തെടുത്ത ആ വിഷയത്തിൽ അവരെടുത്ത സമീപനം ശരിയാണെങ്കിൽ അതിനോടൊപ്പം നിൽക്കും. ഇപ്പോൾ രാവിലെ മോദീനെ തെറി വിളിക്കാനായിട്ട് മാത്രം കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. എന്തിനാണത് ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നല്ലത് തന്നെ പറയും. നോട്ട് നിരോധനം വന്നപ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അതിനെതിരെ കവിത ചൊല്ലിയ ആളാണ് ഞാൻ തന്നെ അതിൻ്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കി രാജ്യത്തിന് ഏത് രൂപത്തിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചും പറയണം. അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ പങ്കെടുക്കുന്ന, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടീൻ്റെ അടിമയായി ജീവിതകാലം മുഴുവനും ജീവിക്കലല്ല രാഷ്ട്രീയം. പൊളിറ്റിക്കലി ആണെങ്കിലും നിങ്ങൾക്ക് വ്യക്തികളോടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ എനിക്ക് ചില കലാകാരന്മാരുടെ സമീപനങ്ങളിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ സമീപനങ്ങളോടാണ് അഭിപ്രായ വ്യത്യാസം, കലാകാരനോടല്ല. നിങ്ങൾ ചെയ്ത ആ പ്രവൃത്തി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഈ പ്രവൃത്തി എനിക്ക് ഇഷ്ടമായി. ഇതാണ് ഞാൻ അവരോട് പറയാറുള്ളൂ. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ് ആൾക്കാരെ കാണുന്നത്. ആ വ്യക്തിയോടാണ് ചിലപ്പോൾ വൈരാഗ്യ ബുദ്ധിയോട് കൂടി പെരുമാറുക. അല്ല, അത് വിവരക്കേടുകൊണ്ടാണേ. അന്തല്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. വിവരമില്ലായ്മ ഒരു ക്രിമിനൽ കുറ്റമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നെ ജയിലിൽ പോയില്ലേ? ഇതില് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മനുഷ്യനെ ദ്രോഹിക്കാത്ത തരത്തിലുള്ള, മനുഷ്യനെയും പ്രകൃതിയെയും, മനുഷ്യൻ്റെ മാത്രം കാര്യം നോക്കി ജീവിക്കുന്നതും ശരിയല്ല. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന വീട്, നിങ്ങൾ വെച്ചിരിക്കുന്ന വീട്, ഇവിടുത്തെ പ്രകൃതിവാദികൾ വെച്ചിരിക്കുന്ന വീടൊക്കെ പ്രകൃതിയെ ദ്രോഹിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാൻ നമുക്ക് പറ്റുള്ളൂ, അല്ലേ? ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരുടെ എല്ലാം വീടിരിക്കുന്നത് കരിങ്കല്ലുകൊണ്ടുണ്ടാക്കിയ തറയിലായിരിക്കും, അല്ലെങ്കിൽ വെട്ടലുകൊണ്ടുണ്ടാക്കിയ തറയിലായിരിക്കും, അല്ലേ? അപ്പം അതൊക്കെ പരിസ്ഥിതി കൊണ്ടുവന്ന കല്ലല്ലേ. അപ്പം ഒന്നിൻ്റെയും തീവ്രവാദത്തിലേക്ക് പോകരുത്. പരിസ്ഥിതിയുടെ തീവ്രവാദം നമുക്ക് പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, പരിസ്ഥിതിയുടെ തീവ്രവാദം, ഒന്നിൻ്റെയും തീവ്രവാദം നമുക്ക് പറ്റില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ കോൺഗ്രസ്, ഇവരൊക്കെ ഒരു പാർട്ടിയിൽ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരാണ്. അതിനാണ് നമ്മൾ എന്താ പറയുക, വർഗീയവാദം എന്ന് പറയുക. ഒരു വർഗം മാത്രമാണ് ശരി എന്ന് വാദിക്കുന്നതാണ് വർഗീയവാദം. ആളുകൾ വർഗീയവാദി എന്ന് വെച്ചാൽ ഏതെങ്കിലും മതത്തിനെ കുറിച്ച് പറയുമ്പോൾ മാത്രമല്ല. കമ്മ്യൂണിസ്റ്റ് CPIM മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ അയാളൊരു CPM വർഗീയവാദിയാണ്. ഹിന്ദുക്കൾ മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ ഹിന്ദു വർഗീയവാദിയാണ്. കോൺഗ്രസ് മാത്രം ശരി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വർഗീയവാദിയാണ്. ഇത്തരത്തിൽ ചില ടെർമിനോളജികളെ, ചില ടേംസിനെ ഒരുപാട് തെറ്റിദ്ധരിച്ച് ദുർവ്യാഖ്യാനം ചെയ്തത് കൊണ്ടാണ് ഇന്നും നല്ല പൊളിറ്റിക്സ് നമുക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലാത്തത്. അത് പൊളിറ്റിക്കൽ ലീഡേഴ്സിന് അത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ പിണറായി വിജയന് കോൺഗ്രസ്സുകാർ ചെയ്ത നല്ലൊരു കാര്യത്തെക്കുറിച്ച് നന്നായി എന്ന് ഒരിക്കലെങ്കിലും പറയാനുള്ള മനസ്സുണ്ടായിരുന്നെങ്കിൽ, അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യം, അത് ഗംഭീരമായി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊരു കമൻറ്റ് പറയാൻ ഒരിക്കലെങ്കിലും മനസ്സുണ്ടാവുന്നില്ല. അല്ലെങ്കിൽ കെ സുരേന്ദ്രന് പിണറായി ചെയ്തൊരു നല്ല കാര്യത്തെക്കുറിച്ച്, പിണറായി സഖാവിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് പല അഭിപ്രായ വ്യത്യാസമാണ്, പക്ഷേ ഇന്ന കാര്യം അദ്ദേഹം ചെയ്തത് ഗംഭീരമായി എന്നൊരു എന്താ നല്ലത് പറഞ്ഞാൽ
എന്നിട്ട് വിമർശനം ഗണ്ഡനവും മണ്ഡനവും ആയിരിക്കണം വിമർശനം. ഇവിടെ എന്താ വെച്ചാൽ ഈ മണ്ടന്മാരൊക്കെ കൂടി ഒരാൾ എന്ത് കാട്ടിയാലും ഗംഭീരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം, ഒരു ഭാഗത്ത് എന്ത് കാട്ടിയാലും കുറ്റം പറയുന്ന ഒരു ഭാഗം. ഇതിന് ഫാൻസ് അസോസിയേഷൻ എന്നാണ് പറയുക, അതിന് പൊളിറ്റിക്സ് അല്ല പറയുക. നിങ്ങൾക്ക് ഒരാളുടെ അമിതമായ ആരാധന വന്നാൽ അടിമത്തത്തിനല്ലല്ലോ, രാഷ്ട്രീയ അടിമത്തമല്ല വേണ്ടത്, മതത്തിനോട് അടിമത്തം പാടില്ല. ഞാനൊരു ഹൈന്ദവ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാൽ ഹൈന്ദവ മതം ഒരു ഇവിടുത്തെ ഇസ്ലാം മതം പോലെ ക്രിസ്തു മതം പോലെ ആക്കി കൊണ്ടുവരാൻ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു മതത്തിൻ്റെ സെറ്റപ്പിലേക്ക് മതവിദ്യാഭ്യാസം നൽകുക, അങ്ങനെയൊക്കെ ആക്കി കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നതിന് ഞാൻ എതിരാണ്. കാരണം ഹൈന്ദവ സംസ്കാരത്തിൻ്റെ മനോഹാരിത മുഴുവൻ അതോടുകൂടി ഇല്ലാതാവും. ഇത് നിലനിന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള എന്താ പറയുക സെമിറ്റിക് മതങ്ങളുടെ രൂപത്തിൽ നിലനിന്നത് കൊണ്ടല്ല ഹിന്ദു മതം നിലനിന്നത്. അപ്പം എനിക്ക് ഹൈന്ദവ സംസ്കാരത്തോട് ആദരവാണ്. ഞാനൊരു ഹൈന്ദവ സംസ്കാരം അനുകൂലിക്കുന്ന കുടുംബത്തിൽ ജനിച്ച ആളാന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. പക്ഷേ ഈ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയ കളി നടത്താൻ പോകുന്നതിന് ഞാൻ അനുകൂലമല്ല. എനിക്ക് ഇസ്ലാം മത സംസ്കാരത്തിലെ ചില കാര്യങ്ങൾ ഇഷ്ടമാണ്. അവർ സ്ത്രീകളോട് എടുക്കുന്ന സമീപനം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സ്ത്രീ വിരുദ്ധത വളരെയധികം ഉള്ളൊരു മതമാണത്. അതുകൊണ്ട് ഇസ്ലാം എന്നോട് കാണിച്ചിരിക്കുന്ന, എന്നോടൊന്നല്ല ഞങ്ങളുടെ പരമ്പരയായി തന്നെ ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ മലപ്പുറത്ത് ജനിച്ച ആളാണ്. അപ്പോൾ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ അവരുടെ എന്താ പറയുക ആതിഥ്യ മര്യാദ എന്തുകൊണ്ടാണ് ഈ ഗൾഫിലേക്ക്, എന്തുകൊണ്ടാണ് പല സാഹിത്യകാരന്മാരും മുസ്ലിങ്ങളെ സ്തുതിച്ചുകൊണ്ട് പല കാര്യങ്ങളും പത്രത്തിൽ പറയണമെന്ന് നിങ്ങൾക്കറിയോ? അവർക്ക് മുസ്ലിങ്ങളോട് ഇഷ്ടമുണ്ടായിട്ടല്ല. ഇസ്ലാം മത വിശ്വാസികളായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ആളുകൾ ഇവരെ പരിപാടിക്ക് വിളിക്കും. ഗൾഫിൽ പോയാൽ എന്താ പറയുക ദൈവത്തെ പോലെയുള്ള ഒരു തുക, അതിഥി ദേവോ ഭവ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പോയ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകൾ ക്ഷണിച്ചിട്ടുള്ള പരിപാടികൾക്ക് പോകണം. അത്ര മര്യാദയിലാണ് അവർ പെരുമാറുക. അവരെ വീട്ടിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ്, ഒരു പിശുക്കും കാണിക്കില്ല. നേരെ മറിച്ച് വേറെ ഞാൻ ജനിച്ച സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചായ വേണോ എന്ന് ചോദിക്കും. അവരങ്ങനല്ല, ചായ കുടിച്ചിട്ടേ പോകാമെന്ന് നിർബന്ധിക്കും. എല്ലാവരും അല്ല കേട്ടോ. അപ്പോൾ അവരുടെ ആതിഥ്യ മര്യാദ അത് മാത്രമല്ല, ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ ധാരാളം പരിപാടിക്ക് പോയിട്ടുണ്ട്. എന്നോട് ഏറ്റവും മാന്യമായി പെരുമാറിയിരിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളാണ്. അതേ ആളുകൾ തന്നെ സ്വന്തം കുടുംബത്തിൽ സ്ത്രീകളെ മുഴുവനും മുഖം മൂടിയിട്ടും മറ്റേ മുമ്പിലേക്ക് വരാതെ, ആണുങ്ങളിരിക്കുന്നവർക്ക് മുമ്പിൽ വരാൻ സമ്മതിക്കാതെ അപ്പുറത്ത് വാതിലിൽ കൂൾ ഡ്രിങ്ക്സ് കൊടുത്തിട്ട് ആണുങ്ങളെ മേടിച്ചിട്ട് മുമ്പിൽ കൊണ്ടുവന്ന് വരുന്ന അങ്ങനത്തെ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ആ നിലപാട് തെറ്റാണ്. പക്ഷേ അവർ മനുഷ്യനോട്, പുറമേയുള്ള മനുഷ്യരോട് അവർ കാണിക്കുന്നത്, അവർ വീട്ടിലുള്ള സ്ത്രീകളോട് അങ്ങനെ കാണിക്കുന്നത് തെറ്റാണ്. പക്ഷെ അവർ പുറമേ നിന്ന് വരുന്ന മനുഷ്യരോട് വളരെ മാന്യമായി പെരുമാറുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ സമീപനം തെറ്റാണ്, ഈ സമീപനം ഇഷ്ടമാണെന്നേ പറയാൻ പറ്റുള്ളൂ. അതാണ് മതത്തോടും രാഷ്ട്രീയ പാർട്ടിയോടും ഒക്കെ എനിക്കുള്ള സമീപനം. ഇത് മനസ്സിലാക്കത്തിന് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അയാൾ കുറച്ചു നേരം കമ്മ്യൂണിസ്റ്റുകാർ നല്ലതാണ് പറയും, കുറച്ചു നേരം BJP-ക്കാർ നല്ലതെന്ന് പറയുന്നത് വിചാരിക്കുന്നത് ഈ വിവരക്കേടുകൊണ്ടാണ്. ഞാൻ ഇവരെയൊക്കെ സാധാരണ ഒരുപാട് മോഹം, ഇപ്പം എന്നെ സംബന്ധിച്ച് ഇവിടെ ഒരു BJP-ക്കാരൻ്റെ സ്വപ്നം, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വപ്നം, കോൺഗ്രസ്സുകാരൻ്റെ സ്വപ്നം, ലീഗുകാരൻ്റെ സ്വപ്നം ഒന്നാണ് അല്ലേ? എല്ലാവർക്കും അധികാരം വേണം, എല്ലാവർക്കും കുറേ പണം വേണം, പ്രസിദ്ധി വേണം, പിന്നെ അങ്ങോട്ട് പെണ്ണ കള്ള സ്വർണ്ണം എന്നുണ്ട്, പിന്നെ ബാക്കിയുള്ളതൊക്കെ വേണം. വലിയൊരു കാറ് വേണം, വലിയൊരു വീട് വേണം, മക്കളൊക്കെ വിദേശത്താവണം. എല്ലാവരും അപ്പോൾ ഇതന്നെ BJP-ക്കാരുടെ സ്വപ്നം, ഇതന്നെ കോൺഗ്രസ്സുകാരൻ്റെ സ്വപ്നം, ഇതന്നെ CPM-കാരുടെ സ്വപ്നം, ഇതന്നെ ലീഗുകാരൻ്റെ സ്വപ്നം. അപ്പോൾ പിന്നെ നമ്മൾ ഏത് പാർട്ടിയിൽ എന്തായാലും എന്താ കുഴപ്പം? കേരളത്തിൻ്റെ വിഷയത്തിൽ CPIM നയിക്കുന്ന LDF ഗവൺമെൻറ്റിന് 37,000-ഓളം കോടി രൂപ കടം ആവശ്യമുണ്ട്. ഈ കടം ഉണ്ടാക്കണമെങ്കിൽ അവർ റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്ന ആരെടുത്താ? കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിന് മുമ്പിലാണ് റിക്വസ്റ്റ് കിടക്കുന്നത്. അവർ സാങ്ഷൻ ചെയ്താലേ പണം കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവർക്ക് നടത്തേണ്ടി വരും ഇവർ തമ്മിൽ. അല്ലാതെ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല, അത് കിട്ടില്ല. ആ പൈസ കിട്ടില്ലെങ്കിൽ ഇവരെങ്ങനെ കേരളം നടപ്പിലാക്കാം? പകുതി ആകെ 70,000, 74,000, 64,000 കോടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അതിൻ്റെ പകുതിയും ADB ജയിക്കാൻ തുടങ്ങിയിട്ടുള്ള ബാങ്കുകളിൽ നിന്ന് കടമെടുക്കാനാണ് പോകണം. അപ്പോൾ ആ റിക്വസ്റ്റ് അവിടെ കിടക്കുകയാണ്. ഇത്തരത്തിൽ പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവർ തമ്മിൽ നടക്കും. നമുക്കിതൊന്നും മനസ്സിലാവില്ല. ഇപ്പം ഞാൻ വിചാരിക്കേണ്ട CPIM ഒരു ഹിന്ദു പാർട്ടിയാണെന്നാണ്. അവരങ്ങനെയാണ്, അവരുടെ എല്ലാ സമീപനങ്ങളും നോക്കി നോക്കും. പേരിന് അവർ അവിടെ ഇവിടെയൊക്കെ ചില പ്രസ്താവനകൾ നടത്തും. പാവപ്പെട്ട ഈ മുസ്ലിങ്ങളുടെ പണവും അവരുടെ വോട്ടും കണ്ടിട്ട് അവരെ സുഖിപ്പിക്കുന്ന പല പ്രസ്താവനകൾ അവർ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അവർക്ക് മുസ്ലിങ്ങളുടെ ഒരു സ്നേഹം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവരുടെ പൈസയാണ് ഇവിടുത്തെ സഹകരണ ബാങ്കിന് മുഴുവൻ ഉള്ളത്. അവരാണ് ഏറ്റവും കൂടുതൽ മര്യാദയായിട്ട് പെരുമാറുക. നിങ്ങൾ വെറുതെ അവരുടെ ശത്രു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ അവരെ പെരുമാറ്റം പോയി നോക്കൂ. അതുകൊണ്ടാണ് ഇവിടുത്തെ സാഹിത്യകാരന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇസ്ലാം മതം ഗംഭീരാണെന്നൊക്കെ പറഞ്ഞ് അവർ സൂചിപ്പിക്കുന്നത്. അവർ പാവങ്ങളാണ്, ശരിക്കും സത്യസന്ധരാണ്. നമ്മൾ ഷൊർണൂർ നീളാനദിയുടെ തീരത്ത് വെച്ചിട്ട് ഒരു പാട്ടോളം എന്ന് പറഞ്ഞൊരു പരിപാടിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു? പാട്ടോളം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ പഠിപ്പിക്കുന്ന സംഗീതം ഔപചാരികമായി പഠിപ്പിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും പഠിപ്പിക്കുന്ന കർണാടക സംഗീതമാണ്.
കേരളത്തിൽ നടക്കുന്ന നിരവധി സംഗീതോത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കർണാടക സംഗീതോത്സവമാണ്. അപ്പോൾ ഈ കർണാടക സംഗീതം അല്ലാത്ത കുറേ പാട്ടുകൾ ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് എന്താണ് അത് വെച്ചിട്ടൊരു സംഗീതോത്സവം ആരും നടത്താത്തത് എന്ന ആലോചനയിൽ നിന്നാണ് സോപാന സംഗീതം ഉൾപ്പെടെയുള്ള സകല കലാരൂപങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാറ്റുപാട്ട്, കൊയ്ത്തുപാട്ട് 350ഓളം വരുന്ന മലയാള പാട്ട് രൂപങ്ങളുടെ മാത്രം ഒരു സംഗീതം. നായാടിപ്പാട്ടൊക്കെ ഞങ്ങൾ വെച്ചിട്ട് അവർ സ്റ്റേജിൽ നിന്ന് കരഞ്ഞ് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ജീവിതത്തിൽ അടിച്ചോടിക്കായിരുന്നു നായാടികളൊക്കെ. ശങ്കര നായാടി എന്ന് പറഞ്ഞ പാട്ട് പാടാൻ വേണ്ടി വീട്ടിൽ വരുമ്പോൾ അവരെ അടിച്ചോടിക്കായിരുന്നു. അപ്പോൾ പോന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ ആദരപൂർവ്വം വേദിയിൽ കൊണ്ടുവന്ന് മൈക്ക് കൊടുത്ത് അവരെ ആദരിച്ച് പോകുമ്പോൾ ഉപകാരമുള്ള ഉപഹാരങ്ങളാണ് കൊടുക്കുക. കാരണം ഞാൻ ധാരാളം സ്ഥലങ്ങളിൽ പോയിട്ടിക്ക് കുറേ എന്താ പറയുക പൊന്നാട ഉപഹാരം ബൊക്കെയൊക്കെ കിട്ടും. ഇതുകൊണ്ട് ജീവിതത്തിലൊരു ഉപകാരമില്ല. എൻ്റെ വീട്ടിൽ 3000-ഓളം ഉപഹാരങ്ങൾ ഇരിക്കുന്നുണ്ട്. 300 പൊന്നാട ഇരിക്കുന്നുണ്ട്. ഈ പൊന്നാട എന്ന് പറഞ്ഞാൽ പുതയ്ക്കാനും പറ്റില്ല, ഉടുക്കാനും പറ്റില്ല, തോർത്താനും പറ്റില്ല, എന്നാലും ഇതൊക്കെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഉപകാരമില്ലാത്ത ഉപഹാരം മേടിച്ചിട്ട് മടുത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവരുടെ പരിപാടിക്ക് ഇവർ വരുമ്പോൾ അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കും. അതുപോലെ അവർക്ക് ഉടുക്കാൻ പറ്റുന്ന വലിയ മുണ്ട് കൊടുക്കും, സോപ്പ് കൊടുക്കും, വിത്ത് കൊടുക്കും, പറ്റിയ പനഞ്ചക്കര പോലത്തെ വീട്ടിൽ കൊണ്ടുപോയി ഉപകാരം, അങ്ങനത്തെ ചില സാധനങ്ങൾ ഉപകാരമുള്ള ഉപഹാരം ഒരു സഞ്ചിയാക്കിയിട്ട് കൊടുക്കും. അങ്ങനെ ഓരോ അണുവിലും അതിസൂക്ഷ്മമായ ശ്രദ്ധയോടുകൂടി നടത്തിയ ചരിത്രത്തിലെ ആദ്യത്തെ മലയാള സംഗീതോത്സവമാണ് പാട്ടോളം. അത് 2 വർഷം നടത്തി. ആദ്യത്തെ വർഷം ഞാൻ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് നടത്തിയത്. രണ്ടാമത്തെ വർഷം കേരള ഗവൺമെൻറ് 15 ലക്ഷം രൂപ തന്നു. അങ്ങനെ 21 ലക്ഷം രൂപയാണ് ചിലവായത്. അങ്ങനെ 2 കൊല്ലം നടത്തിയപ്പോഴേക്കും നമ്മൾ പുഴയുടെ അത് നടത്തുമ്പോൾ വേറെ പ്രത്യേകതയുണ്ട്. ഓരോ ദിവസവും അത് നടത്തുന്നതിന് മുമ്പായി തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ആദ്യം പുഴയിലെ പ്ലാസ്റ്റിക് മുഴുവനെ പെറുക്കി മാറ്റി അത് വേറെ സ്ഥലത്തേക്ക് മാറ്റി മാലിന്യം നീക്കം ചെയ്യും. അത് കഴിഞ്ഞ് ഓരോ ദിവസം പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ അവിടുത്തെ നാട്ടിലെ BJP-ക്കാർ, SDPI-ക്കാർ, കോൺഗ്രസ്സുകാർ എല്ലാവരും വന്നിട്ട് പ്ലാസ്റ്റിക് പെറുക്കി പോകും. അതായത് ഓരോ ദിവസം ആയിരക്കണക്കിന് കാണികളാണ് പുഴയിൽ വന്നിരുന്നത്. അപ്പോൾ അവർ ഈ കടലിൽ നിന്നിട്ട് മറ്റു പല രൂപത്തിൽ പ്ലാസ്റ്റിക് ഉണ്ടാവും. SDPI-ക്കാരാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്ലാസ്റ്റിക് പെറുക്കാൻ കൂടിയത് രാത്രി. അവരൊരു സ്റ്റേജിലും വരാൻ വേണ്ടി മത്സരിച്ചിട്ടില്ല. അപ്പം എന്നോട് അങ്ങനെ മനുഷ്യർക്ക് അങ്ങനെ ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല യഥാർത്ഥ മനുഷ്യർ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്മാരകം ഉണ്ടാക്കുമ്പോൾ, ഞരളത്ത് കലാശ്രമം ഉണ്ടാക്കുമ്പോൾ സംഭാവന തന്ന ഏക രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണ്. 10,001 രൂപ മങ്കട മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് തന്നത്. അവിടേക്കുള്ള റോഡ് ഉണ്ടാക്കി തരുന്ന മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്താണ്. അന്നൊക്കെ ദ്രോഹിച്ചത് CPM ആണ്. ഇപ്പൊ ഈ കലാശ്രമത്തിന്റെ പണി, മ്യൂസിയത്തിന്റെ പണി പൂർത്തീകരിക്കണോ അതോ? അല്ല, അത് അങ്ങനെ ഒരു വലിയൊരു സ്ഥാപനം ഒന്നും ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അച്ഛൻ്റെ ഇടയ്ക്ക് പ്രതിഷ്ഠിച്ച ഒരു ശ്രീകോവിലുണ്ട്. ആർക്കും വന്ന് കൊട്ടിപ്പാടാം. ജോഷൽ ബാബുവിനെ പോലത്തെ മുസ്ലിം ഇടയ്ക്ക കൊട്ടിപ്പാടുന്ന ഇസ്ലാം മത വിശ്വാസികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ആർക്കും വന്ന് കൊട്ടിപ്പാടാം. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ സമരങ്ങൾ നയിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും സംഗീത അക്കാദമി കലാമണ്ഡലം കേരള സംഗീതോത്സവം നടത്താത്ത വെച്ചിട്ട് അവിടെ പോയിട്ട് ബഹളം വയ്ക്കില്ല. ഞാനവിടെ നടത്തി കാണിക്കുക. ഇറ്റ് ഈസ് പോസിബിൾ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാം. പിന്നെ എല്ലാ കാലത്തും ഞാൻ ഇത് കൊണ്ടു നടക്കൊന്നുമില്ല. അപ്പോൾ കലാശ്രമം എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഞാൻ ചിലപ്പോൾ പൊളിച്ചു കളയും. കാരണം ഞാൻ എല്ലാ കാലത്തും ഇതൊക്കെ സാധ്യമാണ്. ഇടയ്ക്ക് പ്രതിഷ്ഠിച്ചൊരു ക്ഷേത്രം ഉണ്ടാക്കാൻ സാധ്യമാണ്. കാണിച്ചു കൊടുക്കണം. ഇത് മാതൃക കാണിച്ചു കൊടുക്കുന്നത് സർക്കാരിനോ സമൂഹത്തിനോ എനിക്ക് ഏറ്റെടുക്കാം. ഞാൻ ചത്തുപോയാലും ഇതൊക്കെ നടക്കണ്ടേ? അപ്പോൾ ഞാൻ ജീവിതകാലം മുഴുവൻ കേരള സംഗീതോത്സവം നടത്തിക്കോളാം എന്ന് വാക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് പല പരിമിതികളുണ്ട്. ഒന്നാമത് സാമ്പത്തികം 25 ലക്ഷം രൂപ വേണം. അപ്പോൾ അടുത്തൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, നമുക്ക് പാട്ടോളം ഒന്നും കൂടി ചെയ്താലോ? അദ്ദേഹം BJP-ക്കാരനായിട്ടുള്ള വളരെ ജനസമ്മതനായിട്ടുള്ള ജയിച്ചൊരു കൗൺസിലറും കൂടിയാണ് എൻ്റെ നാട്ടിൽ, ഷൊർണൂരുള്ള നന്ദകുമാർ എന്ന് പറയും. അദ്ദേഹം ചോദിച്ചു, ഹരിയേട്ട നമുക്ക് പാട്ടോളം നോക്കിയാലോ? ഞാൻ പറഞ്ഞു, ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. എല്ലാ കലാകാരന്മാരും ഞാൻ നിങ്ങൾക്കൊരു അധ്വാനം ഇല്ലാണ്ട് കലാകാരന്മാരൊക്കെ ഞാൻ എത്തിച്ചേരാം, കലാകാരികളൊക്കെ എത്തിച്ചേരാം. അവർക്ക് പ്രതിഫലം കൊടുക്കുക, സ്റ്റേജ് കെട്ടുക, ഭക്ഷണം കൊടുക്കുക, മര്യാദയ്ക്ക് യാത്രാ ചെലവ് കൊടുക്കുക. ഇതൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ 25 ലക്ഷം രൂപ വരും 10 ദിവസം രാത്രി നടത്താൻ. ഞാൻ തയ്യാറാണ് എല്ലാ സഹായം ചെയ്യാൻ. ആര് വന്നാലും ഇനിയും ചെയ്യാം, ആർക്കും ചെയ്യാം. 25 ലക്ഷം രൂപയെ വേണ്ടി ഇപ്പോഴും. ആ സംഗീതോത്സവം കേരളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റെടുക്കാൻ കേരള സംസ്കാര വകുപ്പിന് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞില്ല. അതൊന്നും എൻ്റെ പരാജയമല്ലല്ലോ. എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇടയ്ക്ക് കൊട്ടി നടക്കുന്ന ഇന്ന് 350-ൽ പരം ആളുകളുണ്ട്. പെൺകുട്ടികൾ 15-ൽ പരം പെൺകുട്ടികളുണ്ട്, ഇസ്ലാം മത വിശ്വാസികളുണ്ട്, ക്രിസ്ത്യാനികളുടെ കയ്യിൽ ഇടയ്ക്കിട്ട് അവരിതിനെ പ്രേമിച്ചു തുടങ്ങി. ഈ വാദ്യം കൊട്ടി നടക്കുന്നത് ഒരു അഭിമാനമായ ആളുകൾ കാണാൻ തുടങ്ങി. എന്തായിരുന്നു ഒരു 20 കൊല്ലം മുമ്പ് സ്ഥിതി? അങ്ങനെ സംഭവം ഉണ്ടായിരുന്നോ? അല്ലേ? കാറിൽ ഇടയ്ക്കയുടെ മോഡൽ നോക്കി ഇടുന്നത് ഒരു അഭിമാനമായി മാറി. എന്നും നെറ്റിപ്പട്ടവും വേറെ എന്തൊക്കെ കെട്ടി നോക്കിയിരുന്നു, സാധനങ്ങളെ കെട്ടി നോക്കിയത്. ഞാൻ പറഞ്ഞു വന്നത് ഇതിനെ ജനകീയമാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സോപാനം എന്ന വാക്ക് ഓട്ടോറിക്ഷയ്ക്കുണ്ട്, ലോറിക്കുണ്ട്, ഹോട്ടലിനുണ്ട്, വീടിനുണ്ട്,
ഇവിടെ ചെന്നൈയിലൊരു എന്താ ബാസ്കറ്റ് ബോളിൻ്റെ ഒരു ഇതുണ്ട്, ക്ലബ്ബ് എന്തോ ഉണ്ട്, അതിനും സോപാനം എന്നാണ് പേര്. അപ്പോൾ സോപാനം എന്നുള്ള വാക്ക് ജനകീയമായത് വെറുതെ ഇരുന്നിട്ടാണോ? അല്ല അല്ല, സിനിമയ്ക്ക് സോപാനം എന്ന പേര് വന്നില്ലേ? ഈ സോപാനം എന്ന വാക്ക് അമ്പലനടയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്തരത്തിൽ ഒരു പദത്തെ ജനകീയമാക്കിയെടുക്കാൻ, ഒരു വാദ്യത്തെ ജനകീയമാക്കിയെടുക്കാൻ, ഒരു കലാരൂപത്തിൻ്റെ മൊത്തത്തിലുള്ള സ്വീകാര്യതയെ ജനകീയമാക്കിയെടുക്കാനൊക്കെ വലിയ സഹനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആളുകൾക്ക് മനസ്സിലാവില്ല. എത്രയോ രാത്രികൾ കരഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾക്ക് പിന്തുണ തരുമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ മിണ്ടാണ്ടിരിക്കുക. ഇടത് പുരോഗമന വിശ്വാസികൾ നമ്മളെ പിന്തുണയ്ക്കുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴൊക്കെ അവർ മിണ്ടാണ്ടിരിക്കുക. എന്നിട്ട് അവർ വേദികൾക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളെ കൊണ്ട് പാട്ട് പാടിക്കാം, പൈസ പോലും മര്യാദയ്ക്ക് തരില്ല. അത്തരത്തിൽ ഒരുപാട് സംഗതികളിൽ നമുക്ക് മൊത്തം മനുഷ്യരിതിലേക്ക് വരുന്നില്ലെങ്കിലും ഇത് മൊത്തം നശിച്ചു പോകാതിരിക്കാൻ ചില കാര്യങ്ങൾ ചെയ്തു വയ്ക്കാൻ പറ്റും. ഇപ്പം എൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സുബ്രഹ്മണ്യൻ പെരിങ്ങോട് എന്ന് പറയുന്ന തീർത്തും ദളിതനായിട്ടുള്ള സുബ്രഹ്മണ്യൻ പെരിങ്ങോടിന് ഇടയ്ക്ക് കേരള സംഗീത അക്കാദമി അവാർഡ് കിട്ടി. അതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളിൽ എനിക്കുണ്ടാകുന്ന വലിയ അഭിമാനങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു സ്വപ്നങ്ങളും ബാക്കിയില്ല. ഇപ്പം ഞാൻ ഇവിടെ ഹെറിറ്റേജ് വില്ലേജിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ട് തന്നെ ഡോക്ടർ VS ഗോപാൽ സാർ എന്നെ പോസ്റ്റ് ചെയ്യുമ്പോഴും ഞാനത് എന്ന് വേണമെങ്കിലും ഈ സ്ഥാനങ്ങളൊക്കെ ഇല്ലാതാവുന്ന നിലയ്ക്ക് ഇരിക്കുന്ന ഒരാളാണ്. കാരണം എനിക്കിതൊന്നും എൻ്റെ സ്വപ്നങ്ങളിൽ പെട്ടതല്ല. അറിയാതെ വന്നു ചേർന്ന ഇതിപ്പോൾ ഞാൻ ഇവിടെ പാടാൻ വന്നപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കലയോടും സാഹിത്യത്തോടും, അദ്ദേഹം ഒരു ആസ്പത്രി ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ മുമ്പിൽ വലിയൊരു ശില്പം ഉണ്ടാക്കും. ഒരു മരുന്ന് കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ ശില്പം ഉണ്ടാക്കും. ഈ ശില്പം ഉണ്ടാക്കുമ്പോഴൊക്കെ കാശ് കിട്ടുന്നത് ശില്പിക്കല്ലേ. അങ്ങനെ ശില്പികളുടെ വീട്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ തൻ്റെ സമ്പാദത്തിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലാഭം തിരിച്ചില്ല. ആ ശില്പങ്ങൾ നോക്കിയിട്ട് ആരും ടിക്കറ്റ് എടുത്ത് പൈസ കൊടുക്കില്ലല്ലോ. അങ്ങനെ ചെയ്യുന്ന ചില മനുഷ്യരുടെ കയ്യിൽ നമുക്ക് പോയി പെടാനുള്ള ഭാഗ്യം ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഇനി കലാപരമായിട്ടോ വ്യക്തിപരമായിട്ടോ ഒരു സ്വപ്നങ്ങളും ബാക്കിയില്ല. ഇനി ഭാര്യമായ മകള് ശ്രീലക്ഷ്മി, മകൾ 21 വയസ്സായി. അവരെയും കൂട്ടി കുറേ എന്താ പറയുക ഭാരത പര്യടനം നടത്തണം. അത് കഴിഞ്ഞാൽ കാശുണ്ടെങ്കിൽ വേൾഡ് ടൂർ ചെയ്യണം. അങ്ങനെ കുറേ ലോകം കാണണം, പിന്നെ ചത്തു പോകണം. അത്രയാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ കലാകാരന്മാർക്ക് പല തരത്തിലുള്ള അവഹേളനങ്ങൾ നേരിടേണ്ടി വരും. അതിനുള്ള എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഇപ്പം ഞാൻ കേരളത്തിനെ കുറിച്ച് തന്നെ സംസാരിക്കാം. കല ഒരു അടിസ്ഥാന ആവശ്യമാണ് എന്ന് ബോധ്യമുള്ള ഒരു ഭരണകൂടവും ഒരു സമൂഹവും രൂപപ്പെട്ടു വന്നിട്ടില്ല. അപ്പോൾ പിന്നെ കലാപ്രവർത്തകർക്ക് വില ഉണ്ടാവില്ല. ഡോക്ടർക്കും എൻജിനീയർക്കും കള്ളൂടിയനായിട്ടുള്ള വില്ലേജ് ഓഫീസർക്കും വരെ എന്താ പറയുക പെണ്ണ് കിട്ടും അല്ലേ? അഴിമതിക്കാരനായിട്ടുള്ള ഡോക്ടർക്ക് പെണ്ണ് കിട്ടും. എൻജിനീയറോ ഡോക്ടറോ കൈക്കൂലിക്കാരനായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന് പെണ്ണ് കിട്ടും. നേരെ മറിച്ച് വളരെ സാത്വികനായൊരു കലാകാരന് പെണ്ണ് കിട്ടും. നിങ്ങൾക്ക് സമൂഹത്തിൽ വില ഉണ്ടോയെന്ന് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങൾക്ക് ഒരു പെണ്ണ് അന്വേഷിച്ച് പോകുമ്പോൾ പെണ്ണ് കിട്ടുന്നുണ്ടോയെന്നാണ്. നല്ല വിദ്യാഭ്യാസവും യോഗ്യതകളൊക്കെ ഉള്ള ഒരു പെൺകുട്ടീനെ ഒരു രക്ഷിതാക്കൾ നിങ്ങൾക്ക് കെട്ടിച്ചു തരാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമൂഹത്തിലൊരു നിലയും വിലയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സാമാന്യന നിങ്ങൾക്ക് സ്വന്തമായിട്ട് വില ഉണ്ടെന്ന് പറയുന്നതാണ് മാർഗം. അപ്പോൾ അതിന് തയ്യാറാവില്ല. കലാമണ്ഡലത്ത് പഠിച്ചിറങ്ങിയ മിഴാവുകാരൻ നിശ്ചയിച്ച കല്യാണം മുടങ്ങി. കാരണം അയാളെ ജോലി ടെമ്പററി ജോലിയാണ്. ആ ജോലി പോയി നിറയുമ്പോൾ കല്യാണം മുടങ്ങി. നിങ്ങളൊരു കഥകളിക്കാരൻ എന്നിട്ട് വീട്ടിൽ പോയിട്ട് പെണ്ണ് അന്വേഷിച്ചൊക്കെ കഥകളിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലെ അങ്ങാടിപ്പുറത്തൊക്കെ പറയും ചാറൊക്കെ നന്നാക്കി, പക്ഷെ നമ്മൾ ചോറിൽ പാരണ്ട അറിയും. അങ്ങനെ പറയും. അതായത് ചാറൊക്കെ നന്നാക്കി, പക്ഷെ നമ്മളെ ചോറിൽ പാരണ്ട. കഥകളിയും സോപാന സംഗീതവും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പെൺകുട്ടീനെ തരാൻ നിങ്ങൾക്ക് എന്താ വരുമാനം, മാസ വരുമാനം എന്നാണ് ചോദ്യം. രണ്ടാമത്തേത് മദ്യപാനം. ഈ അറിയപ്പെടുന്ന എല്ലാ കലാപ്രവർത്തകരും മദ്യപാനികളാണ്. അത് അങ്ങനെ മൊത്തത്തിൽ പറയാൻ പറ്റും. അല്ല, അറിയപ്പെടുന്ന കലാപ്രവർത്തകര് ഇവർക്ക് അറിയാവുന്ന മിക്കവാറും ആളുകൾ മദ്യപാനികളാണ് എന്ന് വെച്ചിട്ട് അപ്പൊ അവർ വിചാരിക്കുകയാണ് ഒരു പോലീസുകാരൻ എന്തെങ്കിലും തെമ്മാടിത്തരം കാട്ടിയ പോലീസുകാർ മൊത്തം തെമ്മാടികളാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ്. ഒരു ഡിവൈഎഫ്ഐക്കാരൻ എന്തെങ്കിലും തെമ്മാടിത്തരം കാട്ടിയ മൊത്തം ഡിവൈഎഫ്ഐക്കാർ തെമ്മാടികളല്ലല്ലോ. ഒരു BJP-കാരൻ ഒരു അഴിമതി കാട്ടി എന്ന് വെച്ചാൽ BJP-കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ അഴിമതിക്കാരല്ല. അത്തരത്തിൽ കാര്യങ്ങളെ കാണാൻ കഴിയാത്തൊരു സമൂഹം ഒരു ആൾ കണ്ടുപിടിച്ച് തോന്നിയാസം കാട്ടി നടക്കുന്നത്. കാരണം അറിയപ്പെടുന്ന കഥകളിക്കാർ കള്ളുടിയന്മാരാണ്, അറിയപ്പെടുന്ന ചെണ്ടക്കാർ കള്ളുടിയന്മാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാവരെ കുറിച്ചല്ല കേട്ടോ, അതിലല്ലാത്ത സാത്വികന്മാരെ പേര് ഇതിൽ ആരും ഗണിക്കരുത്, അല്ലാത്തവരുണ്ട്. അപ്പോൾ ഈ മദ്യപാനം എന്ന് പറയുന്നത് കലാപ്രവർത്തകരെ സംബന്ധിച്ച് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പം എന്നെ കുറിച്ച് ആളുകൾ ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര കള്ളുടിയനാണെന്നാണ്. എന്നെ പരിപാടിക്ക് വിളിക്കരുത്. അരിവന്തരെ തിരുമാന്നാകുന്ന ഭാഗത്തിൽ എവിടെ ആ അങ്ങാടിപ്പുറത്ത് ആർക്കോ വിളിച്ചപ്പോൾ അയാളൊന്നും പരിപാടിക്ക് വിളിക്കരുത്, അയാൾ ഭയങ്കര കള്ളുടിച്ച് കച്ചറ ഉണ്ടാക്കുന്ന ആളാണെന്ന് പറയുന്നത്. ഞാൻ കച്ചറയില്ല, ഞാനിങ്ങനെ എന്നോട് വേണ്ടാത്ത പറയാൻ വന്നാൽ ഞാൻ അങ്ങോട്ട് തിരിച്ച് മറുപടി പറയും. അപ്പോൾ എന്നോട് എൻ്റെ നാട്ടിലെ ആദ്യത്തെ അച്ഛൻ്റെ സംഗീതോത്സവം നടക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലെ പൗരപ്രമുഖർ
എന്ന് പറയും. നമ്മളീ പൗരപ്രമുഖർ ചർച്ചയ്ക്ക് പൗരപ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ കൂടി നിൽക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ സംഗീതോത്സവത്തിൻ്റെ ഉദ്ഘാടന ഇതിലേക്ക് കയറാനുമ്പോൾ കുറച്ച് വർത്തമാനം പറഞ്ഞുപോലും അപ്പോൾ ഇവിടെ ഉണ്ണിയേ ഹരിഗോവിന്ദ ഇപ്പോൾ പഴയ ഹരിഗോവിന്ദൻ എന്നല്ല, അവൻ ശരിക്കും പണ്ട് കെ ഹരിഗോവിന്ദനായിരുന്നു, അപ്പോൾ ഞെരളത്തെ ഹരിഗോവിന്ദൻ അത്രേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ കുഴപ്പം, തന്ത ആരാന്ന് കൃത്യമായിട്ട് അറിയണ ആൾക്കാർ തന്തയുടെ ഇനീഷ്യൽ വയ്ക്കും, നേരെ വെച്ച് തന്ത ആരാന്ന് അറിയാത്തവർ തള്ളയുടെ ഇനീഷ്യൽ വയ്ക്കും. എനിക്ക് രണ്ടും അറിയാം, അതുകൊണ്ട് സർട്ടിഫിക്കറ്റിൽ കെ ഹരിഗോവിന്ദനുണ്ട്, ഞെരളത്തെ ഹരിഗോവിന്ദൻ അറിയപ്പെടുന്ന അഭിമാനമാണ്. അപ്പോൾ ഇത് പറഞ്ഞ ഉടനെ ഇവരാകെ മുഖമൊക്കെ വളറി, ഇയാള് ഇവൻ്റെ അഹങ്കാരിയാണ്. അപ്പോൾ തീരുമാനമായി നാട്ടിലുണ്ടായിരുന്നൊരു MLA ഉണ്ടായിരുന്നു, ഞാൻ എന്നോട് വല്ലാണ്ട് വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് അച്ഛൻ്റെ സ്മാരക വിഷയം കേട്ടോ, വേറെ ഒന്നുമല്ല, നിങ്ങളിങ്ങനെ വാക്ക് നിന്ന് പറ്റിക്കുന്ന ഒരാളായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാരായിട്ടുള്ള എൻ്റെ അമ്മയെ കൊണ്ട് പോലും ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വോട്ട് ചെയ്യുന്നത് LDFൻ്റെ കാൻഡിഡേറ്റിനാണ്. എന്നിട്ട് അയാൾ നമ്മളെ പരിഹസിക്കുന്ന രീതിയിൽ അധികാരത്തിൻ്റെ ധാർഷ്ട്യം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതെ നിങ്ങൾ MLA എന്ന് പറയുന്ന ആൾക്കാർ 5 കൊല്ലത്തിന് MLA ഉള്ളൂ, കലാകാരൻ മരിക്കണ വരെ കലാകാരനാണ് പറഞ്ഞ മാതിരിയാണ്. പിന്നെ MLA സീറ്റ് ഇങ്ങനെ കണ്ടിട്ടില്ല അയാൾ. എന്ന് വെച്ചാൽ അപ്പം ഇയാൾ എന്തായി, അയാൾ ഭയങ്കര അഹങ്കാരി കേട്ടോ, അവൻ്റെ വർത്താനം ശരിയല്ല. അയാൾക്ക് നമ്മുടെ നാട്ടുകാർക്ക് നമ്മളോട് എന്തും പറയാം, പക്ഷെ നമ്മളിങ്ങനെ വളരെ വിനയാന്വിതനായി അടങ്ങി ഒതുങ്ങി, സർ ഒരവസരം തരണേ, എന്നെ ഒന്ന് പരിഗണിക്കണേ, എനിക്കൊരു അവാർഡ് തരണേ, എന്നെ ഒന്ന് സെക്രട്ടറി ആക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളല്ല. അപ്പോൾ അത്തരം ആളുകളെ ഡീമോറലൈസ് ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഞാൻ 8ാം ക്ലാസ് മുതലേക്കാണ് കണ്ണടയാണ്, ഇത് കണ്ടില്ലേ, സോഡ ഗ്ലാസ്സാണ്. ഈ കണ്ണട ഊരിയിട്ട് ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ തപ്പിത്തറിഞ്ഞിട്ട് കയറും. അപ്പോൾ ആൾക്കാർ കയറും ഞാൻ കള്ളു കുടിച്ചിട്ടാണ് കയറുന്നതാണ്. എന്താ ചെയ്യുക, ഇവിടെയുള്ള ആൾക്കാർ, ഞാൻ സത്യങ്ങളും വിളിച്ച് പറയും, ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയും. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നത് അതേപോലെ തന്നെ സ്റ്റേജിൽ സംസാരിക്കാം, നാട്ടുകാരുടെ വർത്തമാനം. എനിക്ക് 2 മുഖമില്ല, അപ്പോൾ മോൻ ബോധമില്ലാണ്ട് എന്തൊക്കെ പറയാമെന്ന് പറയണം, അപ്പോൾ കള്ളുടിയാണെന്ന് പറയണം. അപ്പോൾ ഇതിന് ഒരു മനുഷ്യനെ ആശയപരമായി നേരിടാൻ കഴിയാതെ വരുമ്പോൾ ആയുധം കൊണ്ട്, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സദാചാര വിരുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നുവെച്ചാൽ ഞാൻ കള്ളുടിക്കെതിരൊന്നുമല്ല കേട്ടോ, ഞാൻ കള്ളുടിക്കണതിനും പെണ്ണ് പിടിക്കുന്നതൊന്നും എതിരല്ല. അത് രണ്ടും മാത്രമാണ് ഏറ്റവും വലിയ ഇമ്മോറാലിറ്റി എന്ന് വിശ്വസിക്കുന്നുമില്ല. അപ്പം ഞാൻ ബോംബെയിൽ പോയി ഡാൻസ് ബാറിൽ പോയിട്ട് ഡാൻസ് ചെയ്യും, എനിക്ക് കള്ളുടിക്കാൻ തന്നെ ഡാൻസ് ചെയ്യാൻ പറ്റും. അത് ഈ സമൂഹത്തിൻ്റെ ചില തെറ്റിദ്ധാരണകളാണ്. ഒരു കൈക്കൂലി മേടിക്കുന്ന ആളെക്കുറിച്ച്, പെണ്ണുപിടിയെ പറയുന്ന അത്രയും മോശപ്പെട്ട ആരും പറയാറില്ല. അവന് ജോലി ഉണ്ടല്ലോ, ശമ്പളം ഉണ്ടല്ലോ. നേരെ മറിച്ച് അത്തരത്തിൽ ഒരുപാട് അഴിമതികൾ, പ്രകൃതിയെ നശിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്നവർ, മറ്റൊരാൾക്ക് കിട്ടേണ്ട അവസരം തട്ടിയെടുക്കുന്ന ആളുകളൊക്കെ കള്ളുടിയെക്കാട്ടും പെണ്ണുപിടിയെക്കാട്ടും മോശപ്പെട്ടവരാണ്. ഇതൊക്കെയാണ് എൻ്റെ പൊളിറ്റിക്സ്. ഇതൊക്കെ ആർജിച്ചെടുക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഞെരളത്തിൽ 60 വയസ്സുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ, കാവാലം നാരായണ പണിക്കർ, ജി അരവിന്ദൻ സാറ്, എന്താ പറയുക, ജോൺ എബ്രഹാം സാറ്, ONV കുറുപ്പ്, സുഗതകുമാരി ടീച്ചർ, അവരുടെയൊക്കെ യൗവനകാലമാണ്. അങ്ങനെ കേരളത്തിലെ മഹാരഥന്മാരായിട്ടുള്ള നെടുമുടി വേണേട്ടൻ, മഹാരഥന്മാരായിട്ടുള്ള VK ശ്രീരാമേട്ടൻ, അവർക്കൊന്നും എന്നെ അറിയില്ല. ഞാൻ ഈ ബോബനമൊളിയിലെ പട്ടീൻ്റെ വരി ഇവരൊക്കെ പോകണത്തൊക്കെ അച്ഛൻ്റെ കൂടെ ഞാനുണ്ടാവും. ഞാൻ ഇവരൊക്കെ കാണുന്നുണ്ട്, ഇവരുടെ മഹത്വം കാണുന്നുണ്ട്, ഇവരുടെ അല്പത്തരം കാണുന്നുണ്ട്, ഇവരുടെ എന്താ പറയുക നന്മകൾ കാണുന്നുണ്ട്, ഇവരുടെ സിദ്ധികൾ ഞാൻ കാണുന്നുണ്ട്. ഇതെല്ലാം നിരീക്ഷിച്ചിട്ട് എനിക്കിപ്പോഴത്തെ എന്താ പറയുക അല്പന്മാരായിട്ടുള്ള ആളുകളെ പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കില്ല. എനിക്ക് വലിയ മനുഷ്യരെ ഞാൻ ബഹുമാനിക്കില്ല, മഹത്വമുള്ള മനുഷ്യരെ ബഹുമാനിക്കാനാണ് എനിക്കിഷ്ടം. ഇത് രണ്ടും തമ്മിൽ വലിയ അന്തരം ഉണ്ടല്ലോ. ഈ അന്തരം വളരെ ചെറുപ്പത്തിൽ തിരിച്ചറിഞ്ഞതാണ് എനിക്കുള്ള കുറ്റം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞിട്ട് MLA വന്നിട്ട് എന്നോട് എന്തെങ്കിലും പറഞ്ഞാലോ, മന്ത്രി വന്നിട്ടെന്ന് പറഞ്ഞാലോ ഞാൻ മൈൻഡ് ചെയ്യില്ല. മനസ്സിലായില്ലേ? അതിൻ്റെ ആവശ്യമില്ല, കാരണം എനിക്ക് ഇവരുടെ അടുത്തൊന്നും സാധിക്കാനില്ല. അനർഹമായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും എനിക്കൊന്നും സാധിക്കാനില്ല ഇവരുടെ അടുത്ത്. അതുകൊണ്ട് ഇവരുടെ യാചനയുടെ സ്വഭാവം ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അവനാൾ ശരിയല്ല, അവൻ അഹങ്കാരിയാണെന്ന് പറയും. അപ്പോൾ കലാകാരന്മാർക്ക് നിലയും വില ഇല്ലാത്തതിൻ്റെ ഒരു കാരണം ഇവർ കുറച്ച് മദ്യപാനികളാണ്, കുടുംബം നോക്കാനുള്ള കൃത്യമാസത്തിൽ വരുമാനം ഇവർക്ക് ഉണ്ടാവില്ല, അതാണൊരു കാരണം. അപ്പോൾ കലാപ്രവർത്തകരുടെ മറ്റൊരു പ്രശ്നം, അവർക്ക് നിലപാടുകൾ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, കാരണം സർക്കാർ സാംസ്കാരിക സ്ഥാപനങ്ങളിലൊക്കെ പല രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായിരിക്കും. അവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറിയിട്ടില്ലെങ്കിൽ ഇവർക്ക് അവസരങ്ങളോ പുരസ്കാരങ്ങളോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. സംഘാടകർ, അമ്പല കമ്മിറ്റിക്കാരോ പൂര കമ്മിറ്റിക്കാരോ ഒക്കെ അവരെന്ത് തെമ്മാടിത്തരം ഇവരോട് കാണിച്ചാലും, അതായത് ഇപ്പോൾ നമ്മൾ ഒരു ചെണ്ടക്കാരനോ അല്ലെങ്കിൽ ഇവരൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അവർക്ക് നല്ല റൂം കൊടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ പല അമ്പല കമ്മിറ്റിക്കാർക്കും മര്യാദയില്ല. ആനയ്ക്കും പടക്കത്തിനും പൈസ ചിലവാക്കുമ്പോൾ ഈ കലാപ്രവർത്തകരുടെ മഹത്വം കലാപ്രവർത്തകർക്കും അറിയില്ല, അവർക്കും അറിയില്ല. അപ്പോൾ ഈ കലാപ്രവർത്തകർക്ക് ഒരു മഹത്വമുണ്ട് എന്ന് അവർക്ക് തിരിച്ചറിയുന്ന ഒരു സാമൂഹ്യ പഠന സംവിധാനം അവർക്കില്ലാത്തതുകൊണ്ട് അവർക്ക് നിലപാടുകൾ എടുക്കാൻ പറ്റില്ല. നിലപാട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവസരങ്ങൾക്ക് വേണ്ടി ഒരാളുടെ പിന്നാലെ യാചിക്കാൻ പോകരുത്, പ്രതിഭയുള്ള ഒരാൾ അതിന് നിൽക്കരുത്. അതാ കലാരൂപത്തെ പോലും അവഗണിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ എന്താ വെച്ചാൽ അയാൾ 15,000 റുപ്യക്ക് ചെയ്തുതരാമെന്ന് പറഞ്ഞ പഞ്ചവാദ്യം ഞാൻ 16 റുപ്യക്ക് ചെയ്തുതരാട്ടോ എന്ന് താളക്കാരനായിട്ട് പോയ ആൾ പറയുകയാണ് കമ്മിറ്റിക്കാരോട്. വിളിച്ചോണ്ട് അയാളാണ് സംഘത്തിലുള്ളൊരുത്തൻ. അത്തരത്തിൽ സ്വന്തം നിലയ്ക്ക് ഇപ്പോൾ ഒരിക്കൽ ഒരാൾ ഞാൻ സൗജന്യമായിട്ട് അമ്പലത്തിൽ വന്ന് പാട്ട് പാടാം എന്ന് പറഞ്ഞിട്ട് കുറേ അമ്പലങ്ങൾക്ക് കത്തയച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ
അവർക്ക് തോന്നണം, അമ്പല കമ്മിറ്റിക്ക് തോന്നണം പൈസ കൊടുക്കേണ്ട നമുക്ക് ഒരാളെ കിട്ടുമല്ലോ എന്ന് തോന്നിയാൽ അവരെ വിളിക്കുള്ളൂ. തൽക്കാലം അയാളെ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും, പക്ഷെ അത് ആരെ ബാധിക്കുന്നത് മൊത്തത്തിൽ കലാരൂപത്തെ. അപ്പം ഞാൻ കറക്റ്റായിട്ട് കണക്ക് പറഞ്ഞ് പാടാൻ തുടങ്ങി അവസാനത്തെ 10 വർഷം. അതുകൊണ്ട് ഞാൻ പട്ടിണി കിടന്നില്ല. എല്ലാവരും പറയും ഞരളത്ത് രാമപുതുവാളുടെ മകൻ രാമപുതുവാളം ആയിരുന്നല്ല, പൈസയ്ക്ക് ഭയങ്കര ആർത്തിയാണെന്ന് പറയും. അപ്പം ഞാൻ പറയും എൻ്റെ വീട്ടിലെ കറണ്ട് ബില്ല് നിങ്ങൾ അടച്ചൊന്നും, എൻ്റെ മകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഫീസ് നിങ്ങൾ അടച്ചോ, എൻ്റെ വണ്ടീൻ്റെ സ്കൂട്ടറിൻ്റെ പെട്രോൾ നിങ്ങൾ അടിച്ചെന്നോ, അരി വാങ്ങി തന്നോ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ പാട്ട് പാടിത്തരാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് പൈസ കറക്റ്റായിട്ട് മേടിക്കുന്നവരായിരിക്കും. അപ്പോൾ അവനവൻ്റെ കലാരൂപത്തിന് കൃത്യമായി ഞാൻ കേരളത്തിലെ 50 പോലെ തന്നെ ദാരിദ്ര്യം കഷ്ടപ്പാടുമായിട്ട് മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ പറയുന്നത്. ഞാൻ നല്ല കുപ്പായിടാൻ പാടില്ല, അല്ലെങ്കിൽ കലാകാരൻ ഇംഗ്ലീഷ് പറയാൻ പാടില്ല, വിദ്യാഭ്യാസം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ബി.എഡും കഴിഞ്ഞ് കലാരംഗത്തേക്ക് ഇറങ്ങിയപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ കലാപ്രവർത്തകർക്ക് നിലപാടെടുക്കാൻ കഴിയുന്നില്ല, അവർ മദ്യപാനികളാണെന്നുള്ളൊരു തോന്നൽ, സ്ഥിര വരുമാനം ഇല്ലാത്തത് പ്രശ്നം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് അവർക്ക് നിലയും വിലയില്ലാത്തത്. നിലപാട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമില്ലാത്ത കലാപ്രവർത്തനവും കലയില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനവും ഒരു സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യില്ല. ഇപ്പം എങ്ങനെ പൊതുപരിപാടികളിൽ സാന്നിധ്യമായിട്ടുണ്ടോ, അതോ എങ്ങനെയാണ് പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത്? ഞാൻ സ്വയം വിരമിച്ചതാണ്. സ്കൂളിൽ മാഷായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് അത് വേണ്ടെന്ന് വെച്ച് ഈ സോപാന സംഗീതത്തിന് വേണ്ടി ജോലി രാജിച്ചിറങ്ങിയത്. അവിടെ ഞാൻ വരുമ്പോണ്ടായിരുന്ന ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഞാൻ അന്ന് പ്ലാൻ ചെയ്ത എല്ലാ ലക്ഷ്യങ്ങളും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിൽ കവിഞ്ഞ ലക്ഷ്യങ്ങൾ കൂടി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞില്ല 150 സോപാന ഗായകരുണ്ടായിരുന്നു, 350 സോപാന ഗായകരുണ്ടെങ്കിൽ അതിന് നമുക്കൊരു പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് എല്ലായിടത്തും പോയി കൊട്ടി പാടിയിട്ടാണ്, റോട്ടിലും വീട്ടിലും കാട്ടിലൊക്കെ പോയി പാടിയിട്ടാണ് ഇത് കൊള്ളാവുന്നൊരു സംഗതിയാണെന്നൊരു തോന്നലുണ്ടാക്കി. അങ്ങനെ ഇപ്പോൾ സുബ്രഹ്മണ്യം പെരിങ്ങോട് ഉൾപ്പെടെയുള്ള ആൾക്ക് സംഗീത അക്കാദമി അവാർഡ് കിട്ടുന്ന സാഹചര്യങ്ങളുണ്ടായി. ഇത്രയൊക്കെയുള്ളൂ എൻ്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ മരിക്കുന്നത് വരെ എനിക്ക് അവാർഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് പുരസ്കാരം കിട്ടിയില്ല, എനിക്ക് അക്കാദമി സെക്രട്ടറി ആയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു ദരിദ്രവാസിയായിട്ട് ജീവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദാരിദ്ര്യം എന്ന് പറയുന്നത് പണത്തിൻ്റെ മാത്രമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദാരിദ്ര്യമുള്ള ആളുകളുണ്ട്. കേരളത്തിലെ അതിപ്രസിദ്ധനായ ഒരു കഥകളി കലാകാരൻ അദ്ദേഹത്തിൻ്റെ 80ാം പിറന്നാൾ ആഘോഷത്തിൻ്റെ വേദിയിൽ വന്നിട്ട് ആദ്യം സംസാരിച്ചത്, നിങ്ങൾക്ക് എൻ്റെ ഒരു വലിയ ഫ്ലക്സ് ബോർഡ് ഇവിടെ അങ്ങാടിയിൽ വെക്കാൻ എന്തായിരുന്നു തടസ്സം എന്നാണ് ചോദിച്ചത്. അത്ര ഒരു അല്പനായിട്ട് ചത്തുപോകാൻ എനിക്ക് പറ്റില്ല. ഞാൻ സാധാരണ മനുഷ്യനായിട്ട് മരിച്ചത്. ഞാൻ എന്താ പറയുക, എല്ലാ കാലത്തും ലൈം ലൈറ്റിൽ നിൽക്കാൻ എന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. എങ്ങനെയോ എൻ്റെ ചില നിലപാടുകൾ കാരണം മാധ്യമങ്ങൾക്കൊക്കെ എന്നെ പലപ്പോഴും ഇഷ്ടമായിരുന്നു. അത് എന്നെ കൊണ്ട് നടന്ന പാർട്ടിക്കാർക്ക് അവർക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അവരെനിക്കെതിരാകും, അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ കൊണ്ടു നടക്കും. അങ്ങനെ അവർക്ക് പാകത്തിലുള്ള ഒരാളായി നിന്ന് കൊടുക്കുമ്പോൾ മാത്രം എന്നോട് ഇഷ്ടമുണ്ടാകുന്നതാണ് ഇതൊക്കെ. അതിപ്പോൾ ഒരു കാമുകനൊക്കെ അങ്ങനെ തന്നെയല്ലേ. നമുക്കങ്ങനെയല്ല, നീ എന്തൊക്കെ ആയിരുന്നാലും എനിക്ക് നിന്നെ ഇഷ്ടമാണടാ എന്ന് പറയുന്ന ഒരു സമൂഹമാണ് വേണ്ടത്. അങ്ങനത്തെ ഒരു കാമുകിയാണ് വേണ്ടത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാമുകനാണ് ഉണ്ടാവേണ്ടത്. അതിനാണ് പ്രണയം എന്ന് പറയുക. അങ്ങനെ പ്രണയശൂന്യമായ ഒരു സമൂഹത്തിൽ ഞാനിപ്പോൾ എന്തിനാ, ഇപ്പോൾ പ്രേം നസീർ മരിച്ചുപോയി, ആരെങ്കിലും അയ്യോ പ്രേം നസീർ ഇല്ലല്ലോ പറഞ്ഞിട്ട് ഇരുന്ന് കരയുണ്ടോ? സൂമർ അഴീക്കോട് മാഷ് മരിച്ചുപോയി, അയ്യോ അഴീക്കോട് മാഷ് ഇല്ലാത്തതുകൊണ്ട് രാവിലെ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ നമ്മൾ. ഇനി മോഹൻലാലും മമ്മൂട്ടിയും യേശുദാസൊക്കെ മരിച്ചു പോകും. അപ്പോൾ എവിടേക്കാണ് നമ്മൾ ഈ പ്രസിദ്ധി ഉണ്ടാക്കുന്നത്, എവിടേക്കാണ് നമ്മൾ ഈ പണം ഉണ്ടാക്കുന്നത്? അതാത് ദിവസം സമാധാനമായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ ഞാൻ വളരെ കംഫർട്ടാണിപ്പോൾ. എനിക്കൊരു മകളേ ഉള്ളൂ, അവളെ ഞാൻ ഒരു ആൺകുട്ടിയെ വളർത്തുമ്പോൾ തന്നെ വളർത്തിയിട്ടുള്ളത്. പക്ഷെ അവളിലെ പെണ്ണത്തരം വേണ്ട സമയത്താണ് പെണ്ണായിക്കോട്ടെ, നീ കല്യാണമേ കഴിക്കണ്ട, സ്വതന്ത്രമായി ജീവിക്കുക, ഒരു കൂട്ടുകാരുണ്ടായിക്കോട്ടെ. അല്ലാണ്ട് ഒരാൾക്കും ആരും ബാധ്യതയാവാത്ത രീതിയിൽ. ഇനിയിപ്പോൾ അതിനൊന്നും വലിയ പ്രാധാന്യമില്ലല്ലോ. മകള് സെൻറ്റ് മേരീസ് കോളേജ് പുത്തനങ്ങാടിയിൽ, ഭാര്യ പുത്തനങ്ങാടി സെൻറ്റ് മേരീസ് കോളേജ് മാത്സിൻ്റെ ടീച്ചറാണ്. 22 കൊല്ലമായി ജോലി ചെയ്യുന്നു ഒരേ കോളേജിൽ. അവൾക്ക് അതിനുള്ള കഴിവുണ്ട്. എനിക്കൊരു സ്ഥലത്തും അങ്ങനെ നിൽക്കാനുള്ള കഴിവില്ല. ഞാനൊരു സഞ്ചാരി ഭാവത്തിലുള്ള ആളാണ്. എൻ്റെ അച്ഛൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ അമ്മയെ കാണാൻ അപ്പോൾ എനിക്ക് അമ്മയെ കാണാൻ തോന്നുമ്പോൾ അമ്മയെ പോയി കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ അമ്മ 7 മക്കളുടെ കൂടെയും ഇരിക്കുന്നതുകൊണ്ട് അമ്മ ഊഞ്ഞാലടി രസിച്ച് ജീവിക്കുന്നുണ്ട്. 87 വയസ്സ് കഴിഞ്ഞു. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും നടന്നു. ഞങ്ങളൊരു സ്വപ്നമായിരുന്നു 7 മക്കൾ ഒരു സ്ഥലത്ത് ഉണ്ടാവണം എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ അമ്മ ആരോഗ്യപൂർണ്ണമായിട്ടിരിക്കേണ്ടത്. എൻ്റെ പേരക്കുട്ടിയുടെ കുട്ടിയാണ് നമ്മുടെ കൈയും പിടിച്ച് പോകണം. അപ്പോൾ ഞാൻ ഈ രംഗത്തേക്ക് വന്നത് എല്ലാ കാലത്തും ഇതിൻ്റെ ഒരു തലതൊട്ടപ്പനായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല. പുതിയ കലാപ്രവർത്തകരെ മുഴുവൻ സംഘടിപ്പിച്ച് കോവിഡ് കാലത്ത് എല്ലാ സോപാന ഗായകരും ഉൾപ്പെടുത്തി കേരളത്തിലെ ഏറ്റവും വലിയ സോപാന ഗായക സംഘം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതൊരു ട്രസ്റ്റാക്കി മാറ്റി. മുകുന്ദൻ മാരാർ, നന്ദ മാരാർ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് അതിൻ്റെ ചെയർമാനും ജനറൽ സെക്രട്ടറിയും. അത് ഗുരുവായൂർ അമ്പലം എല്ലാ കൊല്ലം ഒരു സോപാന സംഗീതോത്സവം നടത്തണമെന്ന് റിക്വസ്റ്റ് ഞങ്ങൾ കൊടുത്തു. അത് അവർ അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാ ഏപ്രിൽ മാസത്തിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗുരുവായൂർ ദേവസ്വം ഒരു സോപാന സംഗീതോത്സവം നടത്താൻ വരെ തയ്യാറാകുന്ന രീതിയിൽ ഈ പ്രവർത്തനങ്ങളെ കൊണ്ടെത്തിച്ചു. ഞാൻ പിൻവാങ്ങി 2021 ജൂലൈ 15-നെങ്കിലും ഈ പ്രവർത്തനവും ഞാൻ ഹിഡനായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ കുട്ടികളെ ഇപ്പോൾ എന്നെ പരിപാടിക്ക് വിളിക്കുമ്പോൾ ഞാൻ മറ്റൊരു സോപാന ഗായകൻ്റെ നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ സോപാന ഗായികയുടെ നമ്പർ കൊടുക്കും. ഈ ഗ്രൂപ്പിനകത്ത് ഇഷ്ടം ഇതിടും, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് ഒരാളെ ആവശ്യമുണ്ട്, എന്നെ വിളിച്ചതായിരിക്കും ജോലിയുടെ ആവശ്യത്തിന്.
അങ്ങനെ നമ്മൾ മാത്രം രാജാവായിരിക്കുന്നതിന് പകരം എനിക്ക് സന്തോഷിക്കാനുള്ളത് എല്ലാതുമായി. ഇനി ഇതിനേക്കാൾ ഒരു 10 ഇരട്ടി താഴേക്ക് പോയാലും എനിക്ക് സങ്കടം വരില്ല. കാരണം അതിനേക്കാൾ അഗാധ ഗർത്തത്തിൽ നിന്നാണ് ഞാൻ വന്നത്. നമ്മൾ കയറിപ്പോയ എല്ലാ കയറ്റം നമ്മൾ സ്വയം ഇറങ്ങി പോന്നാൽ വീഴ്ചയുടെ ആഘാതം കുറയുമല്ലോ. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതൊക്കെ ഭാരതീയ തത്വചിന്തയിലുള്ളതാണ്. ഇത് തന്നെയാണ് കമ്മ്യൂണിസം. ഇതാണ് ഋഷി ജീവിതം. അല്ലാണ്ട് ഉണ്ടായിട്ടും വേണ്ടാത്തവരായിട്ട് ജീവിക്കാൻ കഴിയുന്നൊരു മാനസികാവസ്ഥ ഉണ്ടാവുക. എനിക്കിപ്പോൾ ആകെ ഇത്രയൊക്കെ ആഗ്രഹങ്ങളുള്ളൂ. നല്ല ഇഷ്ടമുള്ള ആഹാരം കഴിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കള്ളുകൂടിയും വീഡിയോയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ചിലവുകളൊന്നുമില്ല. യാത്ര, ഇനിയിപ്പോൾ അതാണ്. ആ യാത്ര എവിടെയെങ്കിലും പോയിട്ട് അവസാനിക്കും. ഇപ്പോൾ ഫൈനലി ഇപ്പോൾ വിചാരിക്കുന്നത് ഫാമിലി ആയിട്ട് ഒരു ഭാരതയാത്ര നടത്തുന്നത് വരെ മനസ്സിലുണ്ട്. അതെ പ്ലാനിങ്. അതെ. അല്ല, യാത്രകൾ നമ്മൾ കുറേ കൂടി നമ്മൾ കാണാത്ത ലോകമൊക്കെ ഇല്ലാത്ത ലോകമാണെന്ന് വിശ്വസിക്കുന്നൊരു സമൂഹമാണ്. ചിലതൊരു പലർക്കും വിശ്വാസമാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് തോന്നും. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ VS ഗോപാൽ സാർ ഇത്രയും വലിയ സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ഇത്രയും വലിയ സ്ഥാപനമൊക്കെ കേരളത്തിലുണ്ടോ എന്നെപ്പോഴും അത്ഭുതപ്പെടുന്നവരുണ്ട്. വന്ന് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്. അത്തരത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ജീവിതത്തിൽ ഇനി സമ്പാദ്യമായിട്ട് ഉണ്ടാവുകയുള്ളൂ. പണം ഇല്ലാണ്ടാവും, പ്രസിദ്ധി ഇല്ലാണ്ടാവും, ശരീരം ഇല്ലാണ്ടാവും. ആ ശരീരം കൊണ്ട് നമുക്ക് ആസ്വദിക്കാവുന്ന കാര്യങ്ങളൊക്കെ ആസ്വദിക്കാം. നമുക്ക് ഇത്രയും നേരം ഇടയ്ക്കയെ കുറിച്ചിട്ടും അതുപോലെ കേരളത്ത് ഹരിഗോവിന്ദ് എന്ന വ്യക്തിയുടെ ഉത്ഭവത്തെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും വളരെ നല്ല രീതിയിൽ നമുക്ക് ഹരിയേട്ടൻ നമ്മളോട് പറഞ്ഞു തന്നു. അപ്പോൾ അതിന് പ്രത്യേകം നന്ദി. ഫുഡ് ആൻഡ് ട്രാവൽ ഹബിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ.